അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ഒരു ഗാനത്തോടുകൂടി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ മുള്ളൂർക്കര ബഷീർ അഹമ്മദ് ബുർഹാനി ഉസ്താദ് അവറുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഖബറൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഖബറൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. ഖബറൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. നാം നടന്നടുത്തിടും പള്ളിക്കാട്ടിലെ ഖബർ കൊള്ളേ. നാം നടന്നടുത്തിടും പള്ളിക്കാട്ടിലെ ഖബർ കൊള്ളേ. നമ്മൾ വിസ്മരിച്ചോടുന്നു ഒപ്പം കൂടിയ മരണത്തെ. അസ്റായീലണയുമ്പോ അന്ന് ആരും തുണയില്ല. കെട്ടുമൂന്നിൽ പൊതിയുമ്പോ ഉറ്റ കൂട്ടുകാരില്ല. അസ്റായീലണയുമ്പോ അന്നു ആരും തുണയില്ല. കെട്ടുമൂന്നിൽ പൊതിയുമ്പോ ഉറ്റ കൂട്ടുകാരില്ല. ഖബറൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. മണിമേടയും പദവികളും ഒരു വേളയിൽ അസ്തമിക്കും. മണിമേടയും പദവികളും ഒരു വേളയിൽ അസ്തമിക്കും. മലർമക്കളും ഭാര്യതും ആ നാളിൽ വേർപിരിയും. ഖബറെന്ന ഇരുൾ വീട്ടിൽ ഖിയാമം നാൾ വരെയും. ഖബറെന്ന ഇരുൾ വീട്ടിൽ ഖിയാമം നാൾ വരെയും. കിടക്കേണം നാം തനിയേ, ഓർക്കുന്നു ആരിവിടെ. ഖബറൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ.
നാം സ്വന്തമെന്നോർത്തതെല്ലാം ഇങ്ങു വിട്ടെറിഞ്ഞകന്നിടണം. നാം സ്വന്തമെന്നോർത്തതെല്ലാം ഇങ്ങു വിട്ടെറിഞ്ഞകന്നിടണം. വെട്ടിപ്പിടിച്ചു വെച്ചതെല്ലാം നഷ്ടമാകുമെന്നറിഞ്ഞിടണം. വെട്ടിപ്പിടിച്ചു വെച്ചതെല്ലാം നഷ്ടമാകുമെന്നറിഞ്ഞിടണം. മരണം മനുജാ നിൻ കൂടെ എന്നും നടപ്പുണ്ട്. അഹങ്കാരമിതന്തിന അവസാനം ഖബറാണ്. അഹങ്കാരമിതന്തിന അവസാനം ഖബറാണ്. ഖബറെന്നൊരു വീടുണ്ട്, അത് ഖൽബിലോർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. ഖബറെന്നൊരു വീടുണ്ട്, അത് ഖൽബിൽ ഓർത്തിടണേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. ഒരു നാളിൽ മൗത്ത് വരും, നിന്റെ റൂഹ് പിരിഞ്ഞിടുമേ. السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن، ما شاء الله كان. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان. وما لم يشأ لم يكن، لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب، وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا، بل أحياء عند ربهم يرزقون. صدق الله مولانا العلي العظيم.
وصدقنا وبلغنا رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم إن في الجنة 100 درجة أعدها الله للمجاهدين في سبيل الله ما بين الدرجتين كما بين السماء والأرض. صدق النبي الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آمين 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 يا رب العالمين. ما جف دمع سال من عينيني لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. അഖിലം മമ്മൈത്താലം ഭരിക്കും കോനേ അകമിൽ കരുത്തിമാൻ തരണം തോനേ വിങ്ങും മനമിന്റെ കന്നം നീക്കണേ തിങ്ങും മലമെല്ലാം ഒഴിവാക്കണേ. സ്വത്താമിവൻ തന്റെ പൊന്നാമെന്റുപ്പാക്ക് പോറുക്ക് കോനേ ജന്നാത്തതിൽ കാണാൻ കനിഞ്ഞിടണേ. പൊന്നാമെന്റുപ്പാക്ക് പോറുക്ക് കോനേ ജന്നാത്തതിൽ കാണാൻ കനിഞ്ഞിടണേ. മുന്നിൽ കാണിച്ചവർ തെളിച്ചിപാത പിന്നിൽ നടക്കുവാൻ വിധിതാനാഥ. സ്വത്താമിവൻ തന്റെ കനിക്ക് കോനേ സമം കലാമും കാമിലായി നൽകണേ. മാതാവും പിൻസൗജ തരികോർക്കെല്ലാം പാതാ ജയത്തിന്റെ തുറക്ക് ചെല്ലാന്റെ ഫളലല്ല ദീവർക്കൊന്നില്ല നൂറാരിരു ലോകം ജയിപ്പിക്കല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. يا مرادي يا مرامي يا دوائي يا ولي شيخ داود الحكيمي سيدي خير الولي نادى محبك يا ولي كن حاضرا يا سيدي بدوائك الشافي العلا يا سيدي خير الولي. അഭിവന്ദരും ആദരണീയരുമായ ജിദ്ദ കേരള ഇസ്ലാമിക് സെന്ററിന്റെ SYSന്റെ അഭിവന്ദരായ നായകന്മാർ, വിശേഷിച്ച് എൻ്റെ സഹപാഠിയും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്കൊക്കെ മഹനീയമായി നേതൃത്വം നൽകുകയും ചെയ്ത, എന്നും ആത്മീയമായ വഴികളിൽ
മനോഹരമായി വഴി നടത്താൻ ശ്രമിച്ചിട്ടുള്ള ബഹുവന്യനായ സുഹൃത്ത് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ മേലാറ്റൂർ അവർകളെ, അഭിവന്യരായ സയ്യിദ് സഹൽ തങ്ങൾ അവർകളെ, ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ കരീം ഫൈലി, ബഹുമാന്യരായ അലി മൗലവി ഉസ്താദ് നാട്ടുകൽ, ഉസ്താദ് മുസ്തഫ ബാഖവി ഊരകം, അഭിവന്യ സുഹൃത്തുക്കൾ അബ്ദുൽ ബാരി ഹുദവി, ജാഫർ വാഫി, ബഹുമാന്യരായ അബ്ദുള്ള കുപ്പം, ജബ്ബാർ സാഹിബ് മണ്ണാർക്കാട്, അതിലുപരി എനിക്കേറെ സന്തോഷം നൽകുന്ന സാഹിത്യ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന, എൻ്റെ അല്പകാലം എനിക്കങ്ങനൊരു ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നതായിരിക്കും ശരി, എൻ്റെ സഹപ്രവർത്തകൻ കൂടെയായ നമ്മുടെയൊക്കെ അഭിമാനമായ ഉസ്മാൻ മാഷ് ഇരിങ്ങാട്ടിരി അവർകളെ, ഇവിടെ അതിഥികളായി ഇന്ന് നമുക്ക് ആനന്ദം നൽകിയ അബ്ദുൽ ബാരി ഫൈസി ഉസ്താദ് വടക്കാങ്ങര, അഭിനന്ദനായ ഫൈസൽ കൂട്ടായി സാഹിബ്, അതിലുപരി നമ്മളെയൊക്കെ ഒരുപാട് നേരം ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും കരയിപ്പിച്ചു കളഞ്ഞ ബഹുവന്യനായ ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം അവർകളെ, ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കരുവാരകുണ്ടാണോ കട്ടുപ്പാറയാണോ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. എല്ലാവരും, അതല്ല എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദ്, ഞങ്ങളുടെ അവിടെ സമസ്തക്ക് വേണ്ടി ഖിദ്മത്തിന്റെ പ്രതീകം എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അവിടെയുണ്ട്. അപ്പോൾ എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. ഏതായാലും വല്യുമ്മയുടെ നാട്ടിൽ നിൽക്കുകയാണ്. അല്ലാഹു മഹദിയോടൊപ്പം നമ്മുടെ ആദ്യ മാതാവ് ഹവ ഉമ്മയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു തആല അൻഹ ഉപ്പാന്റെ നാട്ടിൽ നിന്ന് ഉമ്മന്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവരുടെ ബറക്കത്തും പൊരുത്തവും നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ തുടങ്ങി വെച്ച മഹത്തായ പരിശുദ്ധമായ ഇസ്ലാം, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ പൂർത്തീകരിക്കപ്പെട്ട മഹത്തായ ഇസ്ലാം, അള്ളാഹു ആ ഇസ്ലാമിന്റെ ആളുകളായി എന്ന് വച്ചാൽ അക്ഷരാർത്ഥത്തിൽ ആത്യന്തികമായി ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ആ അർത്ഥത്തിൽ നമ്മളെ അള്ളാഹു ഇസ്ലാമിന്റെ ആളുകളാക്കി നൽകുമാറാകട്ടെ, മുസ്ലിങ്ങളാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ പ്രൗഢമായ, അതിലപ്പുറം ഒരു തുഷാരവർഷം പോലെ ചെറിയ കൊതിച്ചു നിൽക്കുന്ന സമയത്ത് ഇളങ്കാറ്റിനോടൊപ്പം വന്നു ചേരുന്ന സുന്ദരമായ പൊടിമഴ പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉസ്താദ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അദ്ദേഹം സംസാരിക്കുകയായിരുന്നില്ല, അദ്ദേഹം ഒരു കവിത പോലെ പെയ്തിറങ്ങുകയായിരുന്നു എന്നെനിക്ക് തോന്നി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ അള്ളാഹു ഹാഫിളാക്കും മറ്റുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയൊരു എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു രീതിയും ഒക്കെ ആദ്യം കുറച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളത്. അതെന്റെ വന്യനായ പിതാവ് മുള്ളൂർക്കർ ഹംസ മൗലവി നവറല്ലാഹു മർഖദ, അള്ളാഹു ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അവർ കാണിച്ചു തന്നൊരു വഴിയാണ്, അതൊരാനന്ദമാണ്. പക്ഷെ ഇനി ഇവിടെ ഒരു പ്രസംഗം അധിക പ്രസംഗമാകും. അതുകൊണ്ട് ഈ 10-40 ദിവസങ്ങളിലൊക്കെ, ഇന്നലെ മക്കയിൽ ബദറാണ് പാടിയത്. അല്ലാഹ് അൽഹംദുലില്ലാഹ് മോഹിച്ച് ദാഹിച്ച് കൊതിച്ച് പൂതിവെച്ച് ഈ പുണ്യമണ്ണിൽ വന്നിട്ട് എൻ്റെ മനസ്സിലൊരു ചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പാടുകയും കേൾക്കുകയും അറിയുകയും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ചരിത്രഭൂമിയെ നേരിട്ട് കാണുകയും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ അടയാളങ്ങളെ ബാക്കി വെക്കാൻ ഇവിടെ ആയിട്ടില്ല എന്ന ഖേദം മനസ്സിൽ സൂക്ഷിച്ചിട്ട് തന്നെ, അങ്ങനെയാണല്ലോ ഓരോ സംവിധാനങ്ങൾ, അതും അങ്ങോട്ട് കിടക്കുകയല്ല. എന്നാൽ പോലും ബദറും ഉഹദും ഒക്കെ ഇരമ്പിയാർത്തു ഹൃദയങ്ങളിൽ മക്ക കണ്ടപ്പോൾ. എന്നിട്ട് ആ മക്കയുടെ മണ്ണിൽ ബദർ, അൽഹംദുലില്ലാഹ്, മക്കയിൽ ആദ്യമായിട്ടാണ് ബദറിന്റെ ചരിത്രാവതരണം, ഒരു കാവ്യം അത് പാടിപ്പറയിൽ നടന്നത്. അത് എൻ്റെ ഉപ്പാന്റെ വൃത്തം കൊണ്ടായിരിക്കണം ഈ പാവപ്പെട്ടവൻ ആ ഭാഗ്യം ഉണ്ടായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജിദ്ദയിൽ ഇങ്ങനെ ഇവിടെ പോയില്ല തങ്ങൾ പറഞ്ഞു, നമ്മൾ കഥാപ്രസംഗം
കരീം ഉസ്താദ് ഇവിടെ ഇടക്ക് നടത്താറുള്ളതുകൊണ്ട് ബദർ പാടണ്ടെന്ന് പറഞ്ഞു. ബദർ നിങ്ങൾ സെറ്റ് പാടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബദർ പാടണ്ട, ഇവിടുന്ന് ഹൈബറാക്കാം. ഉബൈദുല്ലാ തങ്ങൾക്കാണെങ്കിൽ എന്റെ ഹൈബർ വലിയ ഇഷ്ടമാണ്. അന്ന് 22 വർഷങ്ങൾക്ക് മുമ്പ് ദാറുന്നജാത്തിൽ വെച്ചാണ് ഞാൻ എന്റെ 18ാമത്തെ വയസ്സിൽ തുടങ്ങുന്നത്. KT ഉസ്താദിന്റെ ഗുരുത്വം. എന്റെ പേര് ബഷീർ അഹമ്മദ് എന്നാണ്. ബുർഹാനിമ പലരും പിടികൂടാറുണ്ട്. അത് KT ഉസ്താദ് വിളിച്ചതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ സത്യത്തിൽ KT ഉസ്താദ് എന്നെ വെറുതെ വിളിച്ചതല്ല. ഇവരൊക്കെ ഉബൈദുല്ലാ തങ്ങൾ ഇവരൊക്കെ നന്നായിട്ട് ഇങ്ങനെ എഴുതും അന്നജാത്ത് കയ്യെഴുത്ത് മാസികയിൽ. ഞാനൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അങ്ങനെ അവസാനം എന്തൊക്കെയോ എഴുതി കുത്തിക്കുറിച്ച് കൊടുത്തപ്പോ ഞാനിങ്ങനെ നജാത്തിലേക്ക് ദാറുന്നജാത്തിൽ അള്ളാഹു KT ഉസ്താദിന്റെ ദർജ ഉയർത്തി നൽകുമാറാകട്ടെ, അവരെ കാണിച്ചത് ഒരു നിഷ്കളങ്കതയുടെ വഴിയുണ്ട്, നിഷ്കപടതയുടെ വഴിയുണ്ട്. ആ വെളിച്ചത്തിലൂടെ അണുകട വ്യതിചലിക്കാതെ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നജാത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ നജാത്തിലെ ഉസ്താദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അറബി സുഹൃത്തായ നജാത്തിന്റെ കോളേജ് ഉണ്ടാക്കാൻ കെട്ടിടം നിർമ്മിക്കാൻ സഹായിച്ച ഷെയ്ഖ് ഹിഷാമുൽ ബുർഹാനി അബുദാബി എന്നൊരു മനുഷ്യനുണ്ട്, മഹാമനുഷ്യൻ. ആ പേരെനിക്ക് വല്ലാതെ സ്വാധീനിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു തൂലികാനാമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമുക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2 പേരുകളാണുള്ളത്, ഷെയ്ഖ് മത്തർ റുമൈസി, അതുപോലെ തന്നെ ഷെയ്ഖ് ഹിഷാമുൽ ബുർഹാനി. ഞാൻ അങ്ങനെ ബഷീർ അഹമ്മദ് റുമൈസി പോരാ, അതൊരു ലുക്കില്ല. ബഷീർ അഹമ്മദ് ബുർഹാനി കൊള്ളാം. അങ്ങനെ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് ഞാൻ അന്നജാത്തിൽ എഴുതി. ഇത് പ്രകാശിതമായി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അഭിവന്ദനായ KT ഉസ്താദ് വിദേശ ട്രിപ്പിലായിരുന്നു, അബുദാബിയിലേക്ക് വന്നിരിക്കും, UAE-യിലേക്ക്. അങ്ങനെ ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് റൂമിൽ നിന്ന് ഇങ്ങനെ ഉസ്താദ് വന്നിട്ട് ഓഫീസിലിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ആ കോണി ഇറങ്ങി ഇങ്ങനെ വരും. നജാത്തിനെ അറിയുന്നവർക്ക് അതറിയാം. ഉസ്താദ് ആ വരുന്ന വരവിൽ നമ്മളൊക്കെ ഇങ്ങനെ മാറി അറിയാതെ ഇങ്ങനെ നിന്ന് പോകും. പക്ഷെ ഉസ്താദ് നമ്മൾ മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അപ്പൊ ഞാനിങ്ങനെ മാറി ഒതുങ്ങിയാ നിന്നപ്പോ ഉസ്താദിന്റെ ഒരു പതിഞ്ഞ സ്വരമുണ്ട്, വല്ലാത്തൊരു ചെറിയ സ്വരമാണെങ്കിൽ പോലും എന്തൊരു മനോഹരമായ ശബ്ദമാണെന്നറിയൂ. ഉസ്താദ് നല്ലൊരു പാട്ടുകാരനാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഉസ്താദിന്റെ ചില തലോടലുകൾ കൊണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോ ബുർഹാനി, ഞാൻ ഭൂമിയിലാണോ ആഘോഷത്തിലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ഉസ്താദ് ഇനി വേറെ അറബി വന്നിട്ടുണ്ടോ അങ്ങനെ വിളിച്ചതാ. ഞാൻ അവിടെ തന്നെ നിന്നപ്പോ ബുർഹാനി ഇവിടെ വാ എന്ന് പറഞ്ഞു. ഞാൻ വിറക്കാൻ തുടങ്ങി. സത്യത്തിൽ ഈ ബുർഹാനി എന്നിട്ടത് അബദ്ധമായോ. അപ്പൊ ഞാൻ ആ കോണിയോട് ചേർന്ന് വന്നപ്പോ ഉസ്താദ് ഇങ്ങനെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബുർഹാനി, ബഷീർ എന്ന് അന്ന് വരെ വിളിച്ച ഉസ്താദ് എന്നെ പറയാണ്, ബുർഹാനിയുടെ ജ്യേഷ്ഠനെ ഞാൻ അബുദാബിയിൽ വെച്ച് കണ്ടിരുന്നു, എന്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, വളരെ സന്തോഷമായി, ഈ കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതൊന്നും കേൾക്കണില്ല സത്യത്തിൽ. പിന്നെ ഉസ്താദ് കാണുമ്പോഴൊക്കെ ബുർഹാനി എന്ന് വിളിക്കാറുള്ളത്. 95 ഈ ഒരു റമദാൻ മാസത്തിൽ ആദ്യമായി എന്റെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഞാൻ ഈ ബുക്ക് ഇപ്പോഴും സൂക്ഷിക്കുന്നതാണ്, ഇതെല്ലായിടത്തും കൊണ്ടെടുക്കുന്നത്. അന്ന് എഴുതിയ പാട്ടാണിത്. അന്ന് കിസ്സപ്പാട്ട് പാടാൻ അറിയില്ല, അങ്ങനെ കാര്യമായിട്ട് പാടും, വ്യാഖ്യാനിക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് സ്വന്തമായി എഴുതിയുണ്ടാക്കിയ ആ ബുക്കുമായിട്ട് പാടാൻ വേണ്ടി പോയി 2 ദിവസം. അൽഹംദുലില്ലാഹ്, ഞാൻ തന്നെ എന്നോട് തന്നെ എനിക്ക് വലിയ ബഹുമാനം തോന്നിയ ഒരു നിമിഷം അതാണ്. എന്ന് പറഞ്ഞാൽ അത് കുരുത്തൻ. എന്റെ ഉപ്പാന്റെ അടുത്ത് ഞാൻ പോയി. അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞത് അന്ന് എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്താ പേര് കൊടുക്കുന്നുണ്ട്? ബഷീർ അഹമ്മദ് മുള്ളൂർക്കര. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ല, ബഷീർ അഹമ്മദ് ബുർഹാനി മുള്ളൂർക്കര. എന്നെ KT ഉസ്താദ് ആ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ബുർഹാനി എന്നായിരിക്കും അറിയപ്പെടുക. ഞാൻ വെറുതെ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇന്ന് ബഷീർ അഹമ്മദിനെ പലർക്കും അറിയില്ല, ബുർഹാനിയാണ് അറിയുക. അള്ളാഹു KT ഉസ്താദിന്റെ ഗുരുത്വം കൊണ്ട് ഈ പേര് സ്വർഗത്തിലേക്ക് വിളിച്ചിട്ട് കയറ്റാൻ KT ഉസ്താദ് ഉണ്ടാവട്ടെ. KT ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ വന്യനായ പിതാവിന്റെയും കൈ പിടിച്ച് ആ ഗുരുത്വം മാത്രമാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുന്ന എന്റെ വന്യനായ ഉപ്പയുടെ അടുത്ത് ഞാനന്ന് പോയി. കരിങ്കല്ലത്താണിയിൽ പരിപാടി നടക്കുകയാണ്. ഉപ്പ, ഞാൻ നാളെ ഇങ്ങനെ പരിപാടിക്ക് പോവാണ്. ഒരു നിമിഷം തരിച്ചിരുന്നു ഉപ്പ. എന്റെ ഉപ്പ എപ്പോഴും എന്നോട് ചോദിക്കും, എന്താ എന്റെ ആഗ്രഹം? അവൻ ഉപ്പാനെ പോലൊരു ചരിത്രാവതാരകനാകണം, കൂടെ ഒരു അധ്യാപകനാവണം. ആ ഉപ്പറിയാതെ, ഞാനിതൊന്നും ഏറ്റവും ഉപ്പക്കറിയില്ല, ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചെന്ന് പറഞ്ഞപ്പോ എന്നെ കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഇത് നീ കൊണ്ടു നടക്കണം, ഇതങ്ങോട്ട് കൊണ്ടുപോവാ, സദസ്സിന്റെ നൂറാക്കിയിട്ട് കൊണ്ടു നടക്കുക. എന്നിട്ട് മഹാനായ ശൈഖുന ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവർ 40 വർഷങ്ങൾക്ക് മുമ്പ് വന്യനായ എന്റെ ഉപ്പാക്ക് നൽകിയ സമ്മാനം എനിക്ക് എന്റെ ഉപ്പ പകർന്നു നൽകി. ഒരു വിവരമില്ല ഈ പാവപ്പെട്ടവന്. അത് സത്യസന്ധമായിട്ടാണ്, ഒരു ഭംഗി വാക്ക് പറയുന്നല്ല. നമ്മൾ സദസ്സിരുന്നിട്ട് എനിക്ക് ഒരു വിവരമില്ല, ഞാൻ ഭാഗത്തിന്റെ ആളല്ല എന്നൊക്കെ വെറുതെ അല്ല, വല്ലാഹി ഇല്ല, എനിക്കൊരു വിവരമില്ല. പക്ഷേ എനിക്കൊരു കരുത്തുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അത് ബദരീങ്ങളെ സ്നേഹിക്കാൻ എന്റെ ഉപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ബദരീങ്ങളുടെ ആളാക്കി തരട്ടെ. പിന്നെ
പിന്നെ വന്യനായ അഭിവന്യനായ ഷെയ്ഖുനാ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ റളിയല്ലാഹു മർഖദ അവർകൾ വന്യനായ ഉപ്പാക്ക് നൽകിയ, എനിക്ക് പകർന്നു നൽകിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. ലളിത സുന്ദരമായ ഈ സ്വലാത്ത്, അതിന്റെ പവർ എത്രയെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ പൊന്നുമോൾ മൂത്ത മോൾക്ക് ജന്മന കേൾവിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അത്ഭുതകരമായി ഈ സ്വലാത്തും ബദരീങ്ങളും പറന്നിറങ്ങി വന്നിട്ടുണ്ട്. അള്ളാഹു ഇവിടെയും നൽകട്ടെ. ഇവിടെ അള്ളാഹു ബദരീങ്ങളുടെയും ഖൈബരീങ്ങളുടെയും ഹളറത്തിനെ നൽകട്ടെ. ആ സ്വലാത്ത് 3 തവണ നമ്മൾ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ അത് വിഷമുള്ളവരിയ്ക്കുക, ബാക്കി എല്ലാവരും ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി ഞാൻ ചൊല്ലി തന്നിട്ട് അതുപോലെ ചൊല്ലലായിരിക്കും. അങ്ങനെയാണ് ഒരു രീതി പഠിപ്പിച്ചു തന്നുകൊണ്ട്, അങ്ങനെ സദസ്സിൽ അല്ലാത്തപ്പോൾ വേറെയും. ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകൈക രക്ഷിതാവായ തമ്പുരാനെ, കോടാനക്കോടി ജീവജാലങ്ങളുടെ ചലനങ്ങളെ നിശ്ചലനങ്ങളെ സദാ കാണുന്നറിയുന്ന കേൾക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ഈ സദസ്സിനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ നിന്നോട് തേടുന്നതിനെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുറൗളയിൽ ഇതേ നിമിഷത്തിൽ എത്തിക്കണേ തമ്പുരാനെ. ഈ പാപി അടുത്ത ദിവസം ആ ഹദറത്തിലെത്താൻ, ആ തിരുറൗളയിലെത്താൻ മോഹിക്കുന്നു. പടച്ചവനെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റബ്ബേ, ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തരുടെയും മനസ്സിന്റെ പർവ്വതങ്ങൾ നിനക്കറിയാം, സമുദ്രങ്ങളറിയാം, ആകാശങ്ങളെ അറിയാം. അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, അവരുടെ നല്ല മുറാദുകളെ ഹസ്വലാക്കണേ തമ്പുരാനെ. രോഗങ്ങളെ ശമയാക്കണേ തമ്പുരാനെ. ഇവിടെ ഈ നിന്റെ പടച്ചവനെ, നീ ആദ്യമായി മനുഷ്യകുലത്തിൽ സൃഷ്ടിച്ചെടുത്ത മഹദിയായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയല്ലിൽ നിന്ന് പെണ്ണായി ആദ്യം നീ സൃഷ്ടിച്ച ഞങ്ങളുടെ വല്യുമ്മാന്റെ ഈ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പാടുന്നത്, പറയുന്നത്, കേൾക്കുന്നത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നാളെ ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ ചേർക്കണം അല്ലാ. ഈ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. ഇതിനെ ഞങ്ങൾക്ക് കഫാറത്താക്കണേ തമ്പുരാനെ. ഈ സദസ്സിനെ കഫാറത്താക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഇബാദത്താക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കാൻ കാരണമാക്കണേ തമ്പുരാനെ. ഖൈബരീങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകി അവരെ ഞങ്ങളുടെ പടച്ചവനെ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ നേരം ദുആ ചെയ്തിരിക്കുകയല്ല, ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് പറയാം. ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഭിനന്ദനായ സൈനുലാബി തങ്ങൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അവരും ഞങ്ങളുടെ സഹപാഠിയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നേരത്തെ കണ്ടെങ്കിലും പിന്നെ വിട്ടുപോയി, പൊരുത്തപ്പെടണേ ഇൻഷാ അല്ലാഹ്. ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഈ ഒരു മഹാചരിത്രം ഈ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ അതിഥികൾ ഇൻഷാ ദുആ ചെയ്യണേ. നമ്മുടെ അതിഥികൾ അവരുടെ ഒക്കെ തിരക്കുകളുള്ളവരാണ്. ആ തിരക്കുകളിലും നമ്മളോട് സംവദിച്ചാൽ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സമസ്ത കേരള ജമഅത്തുൽ ഉലമ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമയം കൊണ്ട് ഞാനൊക്കെ ഈ രംഗത്തേക്ക് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എൻ്റെ ഉപ്പയൊക്കെ ഖൈബർ അവതരിപ്പിക്കുന്നത് 10 ദിവസമാണ്. ഞങ്ങൾ നജാത്തിൽ 10 ദിവസമാണ് അവതരിപ്പിച്ചത്. അങ്ങനെ 10-12 ദിവസങ്ങളിലായിരുന്നു. പിന്നെ അത് 7ആയി, 5ആയി, 6ആയി, 4ആയി, 3ൽ നിൽക്കുകയാണ് ഇപ്പോൾ. ചിലയിടത്ത് ഒരു ദിവസം കൊണ്ട് ബദറും ഖൈബറൊക്കെ പറയേണ്ടി വരാറുണ്ട്. ആ സംഗതി ഇവിടെ ഒരു ദിവസത്തിന്റെ പോലും സമയമില്ലാതെ
ഈ ഒരു ചെറിയ സമയത്തിന്റെ ക്യാൻവാസിലേക്ക് ഖൈബർ എന്ന മഹാകാവ്യം നമ്മൾ പകർത്തി എഴുതുമ്പോൾ അതിലൊരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വഴികളിലൂടെ കടന്നുപോയി ബറക്കത്തെടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി മഹാനായ മാപ്പിളകവി സമ്രാട്ട് അവരാണ് മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ, കിസ്സപ്പാട്ടിന്റെ സുൽത്താൻ. മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കാവ്യത്തിന് ശേഷം ഗാംഭീര്യം കൊണ്ട്, അതിന്റെ ഉള്ളടക്കത്തിന്റെ ഗരിമ കൊണ്ട്, അവതരണ വൈഭവത്തിന്റെ മനോഹാരിത കൊണ്ട് ബദറിനോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നുവെന്ന് മാപ്പിളപ്പാട്ടിനെ പഠിച്ചവർ, കിസ്സപ്പാട്ടിനെ വിലയിരുത്തിയവരൊക്കെ ഒന്നിച്ച് സംവദിച്ചിട്ടുള്ളത് മഹാനായ പൊന്നാനി വടക്കിനിയടത്ത് ദേശം അഹമ്മദ് കുട്ടി മൊല്ലാൻ നവ്വറല്ലാഹു മർഖദ അവരുടെ ഖൈബർ കാവ്യമാണ്. മനോഹരമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മഹാനായ മോയിൻകുട്ടി വൈദ്യർ ബദറിനെയും മുഹദിനെയും ഒക്കെ എങ്ങനെ സമീപിച്ചു, ഏത് തിരുമുഖങ്ങളിൽ നിന്ന്, ആരിഫീങ്ങളുടെ തിരുമുഖങ്ങളിൽ നിന്ന് കേട്ട് പഠിച്ചത് കൊണ്ടാണ് അതിലത്ര ആഴങ്ങളുള്ളത്. അതേ അർത്ഥത്തിൽ, അതേ രീതിയിൽ മഹാനായ വടക്കിനിയുടെ അഹമ്മദ് കുട്ടി മൊല്ലാൻ നവ്വറല്ലാഹു മർഖദ ഈ ഖൈബർ ചരിത്രത്തെ സമീപിക്കുകയും വളരെ മനോഹരമായി പരിശുദ്ധമായ ആ ചരിത്രത്തെ ഇവിടെ എഴുതി വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ മഹത്തായ ചരിത്രത്തിന്റെ പ്രധാന വഴികളിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതിന്റെ തുടക്കം പറഞ്ഞ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലേക്ക് പോയി ഉള്ള സമയം കൊണ്ട് ആദ്യമേ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടൊരു സമയത്തെക്കുറിച്ച് ഒരു സൂചന തന്നാൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നു തങ്ങളെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 1 മണിക്കൂറുണ്ട്. അതായത് പറഞ്ഞാൽ ഒരു മാജിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാജിക്കാണ്, ഒരു ഇന്റർനാഷണൽ മാജിക് നടത്താൻ വേണ്ടി പോവാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ 1 മണിക്കൂറിന് അല്ലാഹു 1000 മണിക്കൂറിന്റെ പവർ നൽകട്ടെ, പദവി നൽകട്ടെ, സ്വീകാര്യത നൽകട്ടെ, ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ഈ 1 മണിക്കൂർ ആയതുകൊണ്ട് നിങ്ങൾ എന്താ അവിടെ പറഞ്ഞില്ല, ഇവിടെ എന്താ ഇങ്ങനെയൊന്നും പിന്നെ ചോദിക്കരുത്. ഈ കഥയിൽ പിന്നെ ചോദ്യമില്ല എന്നർത്ഥം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാ. പൊരുൾ മുത്ത് മാഹി നബി ഹിജ്റത്തു സാദിസതിൽ ഹുദൈബിയ താടി ശഹ്റ പുകളും ദുൽഹജ്ജൊടുവിൽ അകലുൽ മദീനമിലെ മഗിൽവാൽ ആണുന്ത് ജറൂറ മഗിൽവാൽ ആണുന്ത് ജറൂറ. 24 ഉരമു കൂളന്ത് ഹിജ്റ ചൊല്ലമിലെ കേളും മുഹറമതിൽ ആളും നബിയും ജനരാ ആളും നബിയും ജനരാ മുത്ത് സാഹി നബി ഹിജ്റത്തു സാദിസതിൽ ഹുദൈബിയ താടി ശഹ്റ അതിലേവുണ്ടോ ഇൻഷാ അല്ലാഹ്. അവരെ പ്രയാസപ്പെടുത്തണ്ട, നമുക്ക് കേൾക്കുമല്ലെങ്കിലോ അവർക്ക് കേൾക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ 2 കാര്യങ്ങളാ ഉള്ളത്. എന്താ അറിയോ, ഇന്നലെ മക്കയിലെ പരിപാടി അവസാനിച്ചത് 3:45 കഴിഞ്ഞിട്ടാണ്. അവിടെ തുടങ്ങുന്നത് എന്നെ 1:15 അതുകൊണ്ടാണ് പിന്നെ അപ്പോ ഇന്ന് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ കുറച്ചു നേരം ഉറങ്ങിയപ്പോലും ശബ്ദം, പിന്നെ ഹാഫിദ് ഉറക്കമില്ലാതെ ഓടാൻ തുടങ്ങിയിട്ട് 5-8 ദിവസമായി. അതിനിടയിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം വരികയാണ്. എന്നോട് കുറെ ദിവസം മുമ്പ് പറഞ്ഞു ഖൈബറിന്റെയും ബദറിന്റെയും ഒക്കെ പാടുന്ന പാട്ടുകളൊന്ന് മാർക്ക് ചെയ്ത് അയച്ചാൽ ഞാനത് നോക്കാം. എന്നിട്ട് ഇപ്പൊ കാറിൽ ഇരുന്നിട്ടാണ് മൂപ്പർ ഏത് പാട്ടാന്ന് അറിഞ്ഞത്. അപ്പൊ അതായത് അത്രയും തിരക്കുള്ള. അപ്പൊ ഹാഫിദിന്റെ മിഞ്ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് പൊരുത്തപ്പെടണം, മക്കലത്തെ പരിപാടിക്കും ജിദ്ദത്തെ പരിപാടിക്കും വരാൻ പറ്റും തോന്നില്ല. കാരണം ഇത് പറയുമ്പോൾ ഹാഫിദാണെന്ന് എനിക്കറിയില്ല, കാരണം ശബ്ദം വേറെ ആയിരുന്നു, അടച്ച ശബ്ദമായിരുന്നു. അപ്പൊ ഹാഫിദിന്റെ ശബ്ദം അങ്ങനെ. പിന്നെ ഇവിടെ വരുമ്പോ നമ്മള് ചുടുവെള്ളയെ കുടിക്കൂ എന്ന് ശടിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ സഴിയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം കുടിക്കും അല്ലേ, തണുത്തൊക്കെ കുടിക്കും. അങ്ങനെ ആ ശബ്ദം അടച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു മുൻകൂർ ജാമ്യം തന്നെയാണ്, കാരണം പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ലൈവ് ഉള്ളത് കൊണ്ട് ഹാഫിദ് ഒന്ന് പൊരുത്തപ്പെടുക.
ഇടയ്ക്ക് ഇവിടെ അടുത്ത് നിന്നോ, നമ്മുടെ രണ്ടാളുടെയും ശബ്ദങ്ങൾ കേൾക്കട്ടെ. മഹാനായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിൽ മദീനയിലെത്തി. വലിയ സംഭവ വികാസങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായ മക്കയുടെ കാലഘട്ടത്തിന് ശേഷം മദീനയിൽ ഒരു സ്നേഹത്തിന്റെ സാമ്രാജ്യം ഉയരം കൊണ്ടു. ആരാ സുൽത്താൻ, ആരാ ഭരണാധികാരി? പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ അസ്ക്യതയുടെ തമ്പുരാക്കന്മാർ, അസഹിഷ്ണുതയുടെ നായകന്മാർ, ഖുറൈശി പ്രമാണിമാർ വലിയ അക്രമങ്ങൾ നടത്തി. ഖുർസ് ബിൻ ജാബിറിൽ ഫേരിയുടെ നേതൃത്വത്തിൽ കൊള്ള നടത്തി. അങ്ങനെയാണ് അതിന് താക്കീത് നൽകാൻ തീരുമാനിക്കാൻ വേണ്ടി പോയ സംഘം യുദ്ധത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന ബദർ ഉണ്ടായത്. പിന്നെ അതിന് ബദറിൽ പരാജയമടഞ്ഞ ഖുറൈശികൾ ബദറിന് ബദൽ തീർക്കാൻ ഉഹദ് യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നു. അത് നടന്നു. പിന്നെ ഖന്തഖ് നടന്നു. അങ്ങനെ പലതും നടന്നു. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം കണ്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എന്നല്ല, അള്ളാന്റെ റസൂലിന്റെ ഭാഷ്യപ്രകാരം സുബ്ഹാനല്ലാഹ് ലോകത്തെല്ലാ പ്രവാചകന്മാർക്കും ഫിർഔനുമാരുണ്ടായിട്ടുണ്ട്. ആലങ്കാരികമായി അള്ളാന്റെ റസൂൽ പറയാൻ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫിർഔനുൽ അക്ബർ ആരെന്നോ, അത് സാക്ഷാൽ അബൂജാഹിലാണ് ലഅനത്തുല്ലാഹി അലൈഹി. കാരണം നമ്രൂദ് അവസാന കാലഘട്ടത്തിൽ തലയുടെ ഉള്ളിൽ ഇങ്ങനെ പെരുക്കുന്നത് പോലെ കൊതുക് പറ്റുപരുകിയിട്ട് ഇങ്ങനെ വിഷമിക്കുമ്പോ തലയിലടിച്ചടിച്ചടിച്ച് വല്ലാതെ വേദനയിൽ പൊളഞ്ഞ് അവന്റെ അഹങ്കാരം ശമിച്ചു പോയിരുന്നു. സാക്ഷാൽ ഫറോവ റംസിസ് രണ്ടാമൻ അവൻ വെള്ളത്തിലകപ്പെട്ടിട്ട് അവസാനം ഇങ്ങനെ മുങ്ങിത്താഴുമ്പോ മൂസ നിന്റെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു എന്ന് പറയാൻ വൃദ്ധാശ്രമം നടത്തിപ്പോയിരുന്നു. നിങ്ങൾക്കറിയുമോ? പക്ഷേ നമ്മളിങ്ങനെ മസ്ജിദുൽ ഹറമിലേക്ക് പോകുമ്പോ ഇവിടെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഇന്ന് നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന സാക്ഷാൽ അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ബദറിന്റെ രണാങ്കണത്തിൽ അവസാനം മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുത്തേറ്റ് വീണ് പോയിട്ട് ഇവനെ തെരഞ്ഞിങ്ങനെ സ്വഹാബികൾ നടക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവനെ കണ്ടു. അവനെ വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അവശനായ അബൂജാഹിൽ പറയാണ്, അല്ലേ അബ്ദുള്ള, നീ എന്നെ കൊല്ലുന്ന എനിക്ക് ഉറപ്പാണ്. ഞാൻ അവശനായി പോയില്ലേ, അല്ലെങ്കിൽ കഥ വേറെയാകുമായിരുന്നു. നീ എന്നെ കൊല്ലുന്ന ഉറപ്പാണ്, അതുകൊണ്ട് എന്നെ വെട്ടണം. എങ്ങനെ വെട്ടണം? എന്റെ കഴുത്ത് ചുമലിനോട് ചേർത്ത് വെച്ചിട്ട് കഴുത്തിന് പരമാവധി നീളം കൂടിയിട്ട് എന്നെ വെട്ട് എന്ന് ചോദിച്ചപ്പോ സ്വഹാബി ചോദിച്ചു, അതെന്തിനാണ് അപ്പൊ അങ്ങനെ, എന്തിനാണ് എങ്ങനെ ഒരു വെട്ട്? സാധാരണ ഒരു അളവുണ്ട് വെട്ടിന്, ഇവിടെ അത്ര ഉണ്ടാവുള്ളൂ. ഈ നാട്ടിലെ വെട്ടിന്റെ പവർ ഇവിടെ കിട്ടിയില്ല എന്ന് പറയരുത്, ഇവിടെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പൊരുത്തപ്പെടാ ഇൻഷാ അല്ലാഹ്. നാട്ടിലപ്പം ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വെട്ടി അപ്പുറത്ത് 4 സ്പീക്കർ അപ്പുറത്തേക്കൊക്കെ പോകും. കുതിര അവിടുന്ന് തുടങ്ങിയ ഒരു 200 മീറ്റർ അപ്പുറത്ത് പോയിട്ടാ തിരിച്ചു വരിക. ഇവിടെ തന്നെ കുതിര ഓടുള്ളൂ. അതൊന്നും ചോദിക്കരുത് ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ വാളെടുത്ത് വെട്ടാൻ ഒരു അളവുണ്ടല്ലോ, അതിനൊരു അളവുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അബൂജാഹിൽ എന്ന വൃത്തികെട്ടവൻ, അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായ ധിക്കാരത്തിന്റെ പ്രതീകമായ അബൂജാഹിൽ പറഞ്ഞു, ഞങ്ങൾ കൊല്ലപ്പെട്ടവർ, നിങ്ങൾ ഞങ്ങളെ കൊന്നവരുടെയൊക്കെ ശിരസ് ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ മുഹമ്മദിന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് വെക്കും. അങ്ങനെ മുഹമ്മദിന്റെ മുമ്പിൽ ഞങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ശിരസ് കൊണ്ടുപോയി വെക്കുമ്പോ അബ്ദുള്ള, എന്റെ ശിരസ് അപ്പോഴും എന്റെ ശത്രുവായ മുഹമ്മദിന്റെ മുമ്പിൽ ഉയർന്നു തന്നെ നിൽക്കണം, അതുകൊണ്ട് താഴ്ത്തി വെട്ടുക. അപ്പോഴും അവസാനിച്ചില്ല അഹങ്കാരം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഫിർഔനുൽ അക്ബറാണ് അബൂജാഹിൽ എന്ന്. ആ അബൂജാഹിലിന് ശേഷം അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ധിക്കാരത്തിന്റെ ദുർപ്രതീകമാണ് സാക്ഷാൽ മുറഹിബ്, ഖൈബറിലെ മുറഹിബ്. ആ മുറഹിബ് രാജാവിന്റെ കാലഘട്ടത്തിന്റെ ചരിത്രം കൂടെയാണ് നമ്മൾ പറയുന്നത്. അക്രമത്തിന്റെ ചരിത്രമാണ്, അസഹിഷ്ണുതയുടെ ചരിത്രമാണ്, ധിക്കാരത്തിന്റെ വർത്തമാനമാണ് ഖൈബറിന്റെ ചരിത്രം എന്നുകൂടെ മനസ്സിലാക്കുക. അള്ളാന്റെ റസൂലും സ്വഹാബികളും ഹിജ്റയിൽ മദീനയിലെത്തി ഈ വിശേഷങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹിജ്റ 6-ാം വർഷത്തിൽ അള്ളാന്റെ റസൂലും സ്വഹാബികളും കൂടെ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി കഅബ ശരീഫിലേക്ക് വരാൻ തുടങ്ങുകയാണ്. വലിയ വിഷയങ്ങളുണ്ടായി. യുദ്ധത്തിനെന്ന് തെറ്റിദ്ധരിച്ചു ഖുറൈശികൾ, പ്രതിരോധിച്ചു, ഉപരോധിച്ചു. പിന്നെയോ യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടായി. അവസാനം ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. ഇന്നും ആ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നത് മാത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചുകൊണ്ട് ഹുദൈബിയ സന്ധിയെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു 4 ദിവസത്തെ വർത്തമാനമാണ്. കാരണം എന്തുകൊണ്ട് സഹനം, എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത പലതും നേതാക്കൾ പറയും, അനുസരിച്ചു കൊള്ളുക എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വർത്താനം, അതിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഹുദൈബിയ സന്ധി ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നു കുത്തിക്കൊല്ലില്ല നമ്മുടെ നേതാക്കന്മാരെ. നമ്മൾ അങ്ങനെയാണ്. ഒരു വർത്തമാനമില്ല, മുസ്ലിങ്ങൾക്ക് അനുകൂലമായി, ഇസ്ലാമിന് അനുകൂലമായ ഒരു സംഗതിയില്ല പ്രത്യക്ഷത്തിൽ. പക്ഷേ അതിലെ സംഗതികളെ കണ്ടുവെക്കുന്നവൻ അള്ളാഹുവാൻ. അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ നമുക്കറിയില്ലല്ലോ. അള്ളല്ലേ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ എന്ന്. ഒരാൾ മദീനയിൽ നിന്നിട്ട്
മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ പിടിക്കപ്പെട്ടാലോ അഭയം തേടിയാലോ അയാൾ തിരിച്ച് മക്കയിലേക്ക് പറഞ്ഞേക്കണം. മദീനയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ പറഞ്ഞേക്കണ പ്രശ്നമില്ല, ചിലപ്പോൾ കൊന്നുകളയും, ചിലപ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യും, അങ്ങനെ തുടങ്ങുന്ന എന്തെല്ലാം. ശരിക്കും പറയട്ടെ, നമ്മുടെ സമയം അതിനൊന്നും പറ്റിയതല്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. കണക്ട് ചെയ്ത് പുതിയ കാലത്തോട് സംവദിക്കേണ്ട വിഷയങ്ങളാണ് ബദറും ഹുഹദും ഖൈബറും എല്ലാം. പുതിയ കാലത്ത് സംവദിക്കേണ്ടതാണ്. ചിലർ ഇപ്പൊ ചോദിക്കും, ഇന്നത്തെ കാലത്ത് ബദർ പാടണോ, വഹദ് പാടണോ, ഖൈബർ വേണോ? ഞാൻ പറയുന്നു, പാടണം, പറയപ്പെടണം, ചെറുവിടമായി ആവർത്തിച്ച് പറയപ്പെടണം ഈ ചരിത്രങ്ങൾ ഒരുപാട് ആളുകളോട്. ഒന്ന് ഫാഷിസ്റ്റുകൾ മുതൽ ഏറ്റവും വലിയ ജൂതയിസത്തിന്റെ ഏറ്റവും നശീകരണ പ്രക്രിയയുമായി നടക്കുന്ന സിയോണിസ്റ്റുകൾ വരെയുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തത്, ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഉഹദിന്റെയും ബദറിന്റെയും ആവേശമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന ഐഎസ്കാരോട് പറയണം. കൂട്ടിലടച്ച ശത്രുവിനെ എണ്ണയൊഴിച്ച് തീ കത്തിച്ച് അയാള് ജീവന് വേണ്ടി പടയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നവരോട് പറയണം, അതല്ല ബദറും ഖൈബറും എന്ന്. പെഷവാറിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇവിടെയാണ് നൂറ് പർവ്വതം, ഇവിടെയാണ് ഹിറാ ഗുഹ. അവിടെ ഖുർആൻ അവതരിച്ചത് ഇഖ്റഅ എന്ന് തുടങ്ങിയിട്ടാണ്. അവിടെ അതാണ് ഖുർആന്റെ തുടക്കം. പെഷവാറിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ അക്ഷരമുറ്റത്തിരുന്ന് പുസ്തക താളുകളിലേക്ക് നോക്കി കൗതുകത്തോടെ അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞു വന്ന തമ്മാടിക്കൂട്ടം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെച്ചിട്ട് ചോരപ്പുഴയൊഴുക്കിയിട്ട് പൂക്കളെപ്പോലെ രക്തം ചിതറി ഒഴുകുമ്പോ അവരും വിളിച്ചത് അല്ലാഹു അക്ബറാണ്. അവർ പറഞ്ഞത് അവർക്ക് ബദറും ഖൈബറും പ്രചോദനമായി എന്നാണ്. അവരോടും പറയണം, അതല്ല ഖൈബർ എന്ന്, അതല്ല ബദർ എന്ന്. അതിനാണ് ഇതൊക്കെ പറയണത്. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ടും കടക്കണില്ല, അതൊരു വിഷയമാണ്, ഒരു വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച അല്ലാഹുവിന്റെ റസൂലും സഹാബികളും മദീനത്തേക്ക് തിരിച്ചുപോയി. 7-ാം വർഷത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ഒരു യുദ്ധത്തിന് വേണ്ടി ഖൈബറിലേക്ക് പോകേണ്ടി വന്നു. എന്താണ് അതിന്റെ കാരണം, എന്താണ് അതിന്റെ പശ്ചാത്തലം? തീരമ കദൈബിനു അബ്ബാസുമേ വബ്നു ഇസ്ഹാഖ് മറ്റും ഉലമാ തിരുത്തുന്നും കൗലുകളെ നുബുദുത്ത് നാമിരിയിൽ ബിരുത്തുന്ന് കേൾവിൻ ജനമാ ബിരുത്തുന്നു കേൾവിൻ ജനമാ. പ്രിയമുള്ളവരെ, ആ ഹിജ്റ 7-ാം വർഷത്തിൽ അങ്ങോട്ട് പോയതിന്റെ കാര്യം എന്താ? മഹാന്മാരായ ഇബ്നു ഇസ്ഹാഖുൽ അമവി, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവരുടെ ചരിത്രോദ്ധരണികൾ ഉദ്ധരിച്ച് അതിന്റെ അന്തസ്സത്ത മാത്രം ഞാനിവിടെ പറയട്ടെ. നമുക്ക് നമ്മുടെ ചരിത്ര ഭൂമിയിലേക്ക് കവി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നിടത്തേക്ക് പോകാം. നമ്മുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലം അത് ഖൈബറാണ്. മദീനയിൽ നിന്ന് അന്ന് 165 മൈൽ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഖൈബർ രാജ്യം. 90% ജൂതന്മാർ, ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ, സന്ധി ലംഘിച്ചവരെ സഹായിച്ചവർ, അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഭാഗം അധിവസിക്കുന്ന ആ ഖൈബർ രാജ്യം. എന്താണ് അതിന്റെ അന്നത്തെ ഭൂപ്രകൃതി എന്നോ? പുരിയാനെ ഖൈബർ ഒരു പെരൂരദാമതിയിൽ 25 കോട്ടകളുമാ പൊരുൾ വിത്ത് വാഷും വയൽ തരുളിഞ്ചത്തോപ്പുകളും പെരുത്തേറെയുള്ള തലമാ പെരുത്തേറെയുള്ള തലമാ. ത്തിലുത്തമ മദീനത്തിൽ നിണ്ട് വശി ആന തലത്തിൽ പുകിവാൻ ചാറെട്ട് കാതമതൈ ദൂരത്തമുണ്ടവിടെ ജോറുറ്റ് വാളും പെരുമാൻ ജോറുറ്റ് വാളും പെരുമാൻ. ഹീനൻ മൻഷിയത്തനൈ മോനാം മൂറഹിബദൈ ഓനുന്നും നാമം പറവാൻ ഇമ്മാന്റെ കീഴതിപ്പുമ്മാർകൾ സൈന്യം വസി റമ്മാർകളുണ്ട് 4 താൻ അമ്മാർകളുണ്ട് 4 താൻ. ഈ ഖൈബറിന്റെ ഭൂപ്രകൃതി എന്താ? പ്രകൃതി സുന്ദരമായ, പ്രകൃതി രമണീയമായ പ്രദേശം. പിന്നെയോ പുരിയാന ഖൈബർ ഒരു പെരു ഊരതാ മതിയിൽ 25 കോട്ടകളും 10 വലിയ കോട്ടകളുണ്ട്. ഗോതമ്പ് വയലേലകൾ, ഈത്തപ്പന തോട്ടങ്ങൾ, അങ്ങനെ സുന്ദരമായ പ്രദേശമാ. ആരാ ഇതിന്റെ അധിപൻ? നേരത്തെ പറഞ്ഞല്ലോ, മുറഹിബിന് മനസ്സിയ ധിക്കാരിയാൻ, അഹങ്കാരിയാൻ, പോരാ നയതന്ത്രജ്ഞനൻ, യുദ്ധതന്ത്രജ്ഞനുമാണ്. അവനാ ഭരിക്കുന്നത്. 1 ലക്ഷം വരുന്ന പട്ടാളക്കാരുണ്ട്, സർവായുധ വിഭൂഷിതരായിട്ടുള്ളവർ അവരുണ്ട്. പോരാ അതിലുമപ്പുറം പിന്നെ നയതന്ത്രജ്ഞരായ 4 പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരുടെ നേതൃത്വം
നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഹിജ്റ, പ്രിയപ്പെട്ടവരെ, 7-ാം വർഷത്തിൽ ഒരു ക്രിസ്താബ്ദം 628 ഒരു ഓഗസ്റ്റ് മാസം, നേരം പാതിരാവ് കഴിഞ്ഞിരിക്കുന്നു. മുറഹിബ് രാജാവും തന്റെ പത്നിയും 10 കോട്ടകളിലെ ദൃഢരൂഢമായിട്ടുള്ള കൊത്തുപണികളാൽ അലങ്കൃതമായിട്ടുള്ള മനോഹരമായ കോട്ടയിൽ തങ്ങളുടെ പള്ളിയറയിൽ പള്ളിയുറക്കം കൊള്ളുകയാണ്. പാതിരാവ് കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് രാജ്ഞി ഞെട്ടിയെഴുന്നേറ്റു. എന്തേ? ഒരു സ്വപ്നം കണ്ടുകൊണ്ട് രാജാവിനോട് വിവരം പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു, എന്തേ? ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് രാജ്ഞി ഞെട്ടിയെഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ കള്ളനോ ചാരനോ എന്ന് അറിയാതെ ഇങ്ങനെ പരതുന്ന സമയത്ത് അവിടെ ഒരാളനക്കം കാണുന്നു. രാജ്ഞി എന്ത് ശബ്ദം കേട്ട് ചെവി കൂർപ്പിച്ചു നോക്കുന്നു. അപ്പോഴോ ഒരാളിങ്ങനെ നടക്കുകയാണ്. ആരാണിത് എന്നതാ കരുതിക്കൊണ്ട് ഭയന്ന് പറച്ചു. രാജാവിനെ വിളിക്കാൻ പട്ടുമത്തയിലൂടെ കൈകൾ ചലിപ്പിച്ചു. ഇല്ല, രാജാവിനെ കാണുന്നില്ല. എന്ത് സംഭവിച്ചു? തന്റെ പ്രിയപ്പെട്ടവനെ ഈ ശത്രു അവൻ വന്ന് കൊന്നു കളഞ്ഞേക്കുമോ? ഇല്ല, ഭയപ്പെടാൻ പാടില്ല. താൻ രാജ്ഞിയാണ്. ധൈര്യം അവലംബിച്ച്, ധൈര്യം സംഭരിച്ച് അതാ അവിടെ വിളക്ക് കത്തിക്കുകയാണ്. പതുക്കെ പ്രകാശം, അരണ്ട വെളിച്ചം പരന്നപ്പോ അവിടേക്ക് നോക്കുമ്പോൾ മുറിയിലൂടെ നടക്കുന്നതാരാ? ശത്രുവല്ല, ചാരനല്ല, പിന്നെ മഹാരാജാവ്, മുറഹിബ് രാജാവ് വല്ലാത്ത മുഖഭാവത്തോടെ നടക്കുകയാണ്. ഓടിച്ചെന്ന് കാൽക്കൽ വീണ് പറഞ്ഞു, എന്ത് പറ്റി പ്രഭോ? അങ്ങിങ്ങനെ ഭയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്നോട് പറ എന്ന് പറഞ്ഞപ്പോൾ മുറഹിബ് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? എന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാൻ വേണ്ടി ഞാൻ കടന്നു ചെന്നപ്പോൾ ആ സിംഹാസനത്തിൽ ഒരു മൂർഖൻ പാമ്പ് ചുറ്റുവളഞ്ഞിരുന്നു. ഞാൻ അതിന്റെ അടുത്തെത്തിയപ്പോൾ എന്റെ നേരെ മൂർഖൻ പാമ്പ് ചീറ്റുകയാണ്. ശത്രുവിന്റെ പ്രതീകമാണ്. എന്റെ ജീവൻ അപകടത്തിലാണോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. എന്റെ അധികാരം തകരുമോ എന്ന് ഞാൻ വിഷമിക്കുന്നു. പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഞാൻ സന്ദേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജ്ഞിക്കും ഉറങ്ങാൻ സാധിച്ചില്ല. ഒരു വിധത്തിൽ അവർ നേരം വെളുപ്പിക്കുകയാണ്. നേരം വെളുത്തപാടെ കൊട്ടാരത്തിലെ ജ്യോത്സ്യരെയും സ്വപ്നവ്യാഖ്യാതാക്കളെയും വിളിച്ചു വിവരം പറഞ്ഞു. വളരെ ചുരുക്കി പറയട്ടെ, അവർ മറുപടി കണ്ടെത്തി, ഉത്തരം കണ്ടെത്തി. പ്രഭോ, ഈ സ്വപ്നം വലിയ അപകടകരമാണ്. അങ്ങയുടെ അധികാരം തെളിക്കാൻ പോകുന്നു. ജീവന് ഭീഷണിയുണ്ട്. അങ്ങയുടെ മന്ത്രിമാരും സൈനികരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. മറിച്ച് ഇതിന് കാരണക്കാരാണെന്നത് കൂടെ പരിശോധിക്കേണ്ടതില്ലേ? അത് മദീനയിലെ പുതിയ മതത്തിന്റെ നായകരും പ്രവാചകരും അനുയായികളുമാകും. അതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യാൻ, അവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിഭ്രമചിത്തനായി രാജാവ് ശൂറ കൂടുകയാണ്. തന്റെ മന്ത്രിമാരെ വിളിച്ചു കൂടിയാലോചന നടത്തി. അവർ പറഞ്ഞു, എന്തിന് നമ്മൾ ഭയപ്പെടണം? വാള്, അമ്പ്, കവണഗിരിശ്, കടുത്തിലെ ചക്രം, ചൂരിയന്ത, കത്തി, ശൂലം, സൂചി, കടാര, ചൊട്ട, പട്ട, കൊത്തുളി, പരിച തുടങ്ങിയിട്ടുള്ള സകലതരത്തിലുള്ള ആയുധങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോ നമ്മൾ 1,00,000 വരുന്ന പടയാളികൾ മാർച്ച് ചെയ്തുകൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കി ആവേശത്തോടെ നമ്മുടെ വിജയത്തിന്റെ പതാകയും സ്ഥാപിച്ചുകൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോ ബുദ്ധിയുള്ളവർ, തന്ത്രമുള്ളവർ പറഞ്ഞു, പ്രഭോ, ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഖന്തക്കിൽ നമ്മൾ ജയിക്കണം. അവിടെ മക്കാരുണ്ട്, എല്ലാവരുണ്ട്, നമ്മൾ വലിയ മുന്നണിയായിരുന്നു. പക്ഷേ പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ, ദൃഢരൂഢമായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രോജ്വലതയിൽ മുസ്ലിങ്ങൾ ഉറച്ചു നിന്നപ്പോ നമ്മൾ ചിതറിപ്പോകേണ്ടി വന്നു, പരാജയപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് കാര്യമില്ല, യുദ്ധം കൊണ്ട് കാര്യമില്ല. പിന്നെ തന്ത്രം വേണം, കുതന്ത്രം തന്നെ പ്രഭോ. എന്ത് വേണം? 1-2 ആളുകളെ മുസ്ലിങ്ങളായിട്ട് അഭിനയിച്ചു പോലും മദീനയിലേക്ക് പറഞ്ഞയക്കുക. അവരോട് അഭിനയിച്ച് ജീവിക്കട്ടെ. അവസരം കിട്ടുമ്പോൾ മുഹമ്മദിന്റെ മരുമകൻ അലിയിന്റെയും തലയെടുക്കുക. ഇവർ 2 പേരും കൊല്ലപ്പെട്ട പിന്നെ മുസ്ലിങ്ങൾ നേതൃത്വം നഷ്ടപ്പെട്ട് ഛിന്നഭിന്നരാകും. അങ്ങനെ അവരുടെ ശല്യത്തിൽ നമുക്ക് രക്ഷപ്പെടാം. ഇത് രാജാവിന് സ്വീകാര്യോഗ്യമായി തോന്നി. അങ്ങനെ രാജാവ് വളരെ വലിയ ധീരന്മാരാന്ന് തോന്നുന്ന പല ആൾക്കാരെ അടുത്ത് വിളിച്ചു സ്വകാര്യത്തിൽ. എന്നിട്ട് പറഞ്ഞു, നീ ആളും എടുക്കനാണ്, ഏത് കാര്യം ഏറ്റെടുത്താലും അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതാ നിന്റെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പോവാണ്. രാജാവ് തന്നെ പുകഴ്ത്തുമ്പോ ഓരോരുത്തരിങ്ങനെ മട്ടുപ്പാവിന് തലമുട്ടുന്ന രൂപത്തിൽ വലുതാവാൻ. പ്രഭോ, പറ, ഞാൻ ചെയ്യാം. എന്താണ് അങ്ങ് പറ. രാജാവ് പറഞ്ഞു, മദീനയിൽ പോണം, മുഹമ്മദിനെ കൊല്ലണം. പ്രഭോ, കൊല്ലണം എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് വയറിനൊരു കൂടുകൂടു, പോകാൻ പറ്റണില്ല. അങ്ങനെ പലതും പറഞ്ഞൊഴിയുകയാണ്. ഞാൻ വിശദീകരിക്കണില്ല, അങ്ങോട്ടൊന്നും പോണില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞൊഴിഞ്ഞപ്പോ രാജാവ് നിരാശനായി. എന്തേ സംഗതി അറിയോ? അവർ ഖന്തക്കിൽ പോയവരാണ്. പലരും അള്ളാന്റെ റസൂലിന്റെയും അലി റളിയല്ലാഹു അൻഹു കേട്ടപ്പോ തന്നെ ചിലർക്ക് അപ്പം മൂത്രം പോയി. ധീരരാവാഞ്ഞിട്ടല്ലേ, അവർ മോശക്കാരായിട്ടല്ലേ,
അവർ കേട്ടറിഞ്ഞിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ വീര്യം. അവർ പലരും പിൻവാങ്ങിയപ്പോൾ മുറഹിബ് രാജാവത തന്റെ 1,00,000 വരുന്ന പടയാളികളെ മുഴുവൻ തന്റെ കോട്ട മൈതാനത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരോട് പറയുന്നു, ദിനമൊണ്ടില് രാജൻ നാരേരെ വിളിത്തേ തിരമക്കഥ കൊണ്ട് റാവി തിരിത്തേ. നമാം ഖുറൈശിൽ റസൂലൊന്നു ദീത്തേ കവിടം മികത്തേ കൗലും ഫിഅലാനർത്ഥം പേരൂത്തേ. മനുവാനെയൊക്കെ സിഹ്റാൽ മകൂട്ടു മറ്റും പല തഞ്ചമാനെ തിരുട്ടു. മനമോർത്ത് നാസോരെ ചൊല്ലേ അടുക്കും മതമോഹി സിഹ്റാൽ അവരെ ചെടുക്കും. മനമോർത്ത് നാസോരെ കൊള്ളയടുക്കൂ മതമോഹി സിഹ്റാൽ അവരെ പെടുക്കൂ. അതാ തന്റെ 1,00,000 വരുന്ന പടയാളികളെ മുഴുവൻ കോട്ടമൈതാനത്ത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് സാക്ഷാൽ മുറഹിബ് രാജാവ് പറയുന്നു, ഹേയ് ജനങ്ങളെ, പ്രജകളെ, നിങ്ങളറിയുമോ മദീന എന്ന നാട്ടിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. തന്റെ വാഗ്വൈഭവം കൊണ്ട്, തന്റെ പ്രവർത്തനത്തിന്റെ മനോഹാരിത കൊണ്ട്, തന്റെ ശൈലീ മികവ് കൊണ്ട് ആളുകളെ മനോഹരമായി അദ്ദേഹം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളിലേക്ക്. തീർന്നില്ല, ആളുകൾ ഒഴുകിയെത്തുന്നു. എന്നിട്ടോ അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് അവൻ പറയുന്നു, എന്ത് മനുവാരെയൊക്കെ സിഹ്റാൽ മകൂട്ടു. ഈ പ്രവാചകൻ സിഹറിന്റെ ആളാണ്, മസ്മറിസത്തിന്റെ ആളാണ്, ആഭിചാര പ്രയോഗത്തിന്റെ ആളാണ്. ചന്ദ്രനെ പുലർത്തിയതുപോലെ കാണിച്ചു കൊടുത്തു, പല അത്ഭുതങ്ങളും കാണിച്ചു. മസ്മറിസം കൊണ്ട്, സിഹർ കൊണ്ട് ഈ പ്രവാചകൻ ആളുകളെ ആകർഷിക്കുകയാണ്. നഊദു ബില്ലാഹ്. അള്ളാന്റെ റസൂലിനെ സാഹിറായി ചിത്രീകരിക്കുന്നു. എന്നിട്ട് പറയാണ്, അതുമല്ല യുദ്ധക്കൊതിയനാണ്. എന്താ, ബദർ കച്ചവടത്തിന് വേണ്ടി പോയ അബൂ സുഫിയാൻ ഇബ്നു ഹർബിനെയും കൂട്ടരെയും പിടിക്കാൻ നോക്കി. അവർ രക്ഷപ്പെടുത്താൻ ചെന്ന ശ്രദ്ധിക്കണില്ലേ, ആ മേശമേൽക്ക് പോവും. അതുകൊണ്ട് ആകെ കുറച്ചു നേരമുള്ളൂ, അടച്ചവൻ ഇപ്പൊ തന്നെ മണിയല്ലാണ്ട് പോയി. അതുകൊണ്ട് വേഗം വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ഹൈബറിലേക്ക് എത്തിക്കിട്ടിയല്ലേ, 2 വെട്ട് വെട്ടിട്ട് വേണ്ട അവസാനിപ്പിക്കാൻ, വേണ്ടേ? ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, പറയുകയാണ്, അവരെ രക്ഷിക്കാൻ, കച്ചവട സംഘത്തെ രക്ഷിക്കാൻ ചെന്ന അബൂജഹലിന്റെ സൈന്യത്തെ ആക്രമിച്ചു. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദ് തുടങ്ങിയവർ കൊല്ലപ്പെട്ടു. ഖന്തഖ് യുദ്ധം നടത്തി, ഉഹദ് യുദ്ധം നടത്തി. ആ ശല്യം ഇപ്പോഴിതാ നമ്മുടെ നേരെയും വന്നിരിക്കുന്നുവെന്ന് നമ്മോടിതാ സ്വപ്നവ്യാഖ്യാതാക്കൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ വേഗം എന്ത് ചെയ്യണം? അവിടേക്ക് നിങ്ങൾ പോകണം. എന്ത് വേണം? മൂടൻ മൂറീബിൽ കോപങ്ങൾ മൂറ്റി മുഗദാവിൽ നീക്കും ജനങ്ങളിൽ ചുറ്റി മുഹമ്മദ ലിയോമേ മുന്നേ ശോഭ കുലത്തിൽ മികവോരെ കൊന്നേ തെറ്റി സബബൽ ഹുസ്നുൽ കബീറ തിങ്കലിലാമത് കൊണ്ടേ നീലാര കൊറ്റോരെ രണ്ടേയും കൊന്ന് ശിരമാ കൊടുക്കും അവർക്ക് ഞാൻ ഏറ്റം ഇനാമാ. അതുകൊണ്ട് ആ ശല്യത്തെ അവസാനിപ്പിക്കാൻ നാം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാകണം, മദീനയിൽ പോകണം. എന്നിട്ട് പ്രവാചകൻ മുഹമ്മദിന്റെയും അലി ഇബ്നു അബീ താലിബിന്റെയും ശിരസ്സുകൾ വെട്ടിയെടുത്തുകൊണ്ട് കൈകളിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് കടന്നു വരണം. അങ്ങനെ വരുന്നവർക്ക് എന്റെ ഖജനാവ് തുറന്നു വച്ചിരിക്കുകയാണ്. അവർക്ക് ഞാനിതാ ഏറ്റവും വലിയ ഇനാം പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാ ഇനാമെന്നോ? വളർ മനസ്സറാൽ ദുയരെ കളമും നറുപാകും ചൊടിയായി പുരമികവിലോരി കഥ ഒരു പുറമിലേറി മത കരിയുഗമേ തീരി നടയാ.
പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയാ ഇനാം രാജാവ് പ്രഖ്യാപിക്കുകയാ? അവർക്ക് ഞാൻ കൊച്ചോരെ രണ്ടേയും കൊന്നുശിരമ ഒറ്റൊരു 10,000 എണ്ണം പൊന്ന, 10,000 പൊന്ന് ഞാൻ കൊടുക്കും, പട്ട് വസ്ത്രങ്ങൾ കൊടുക്കും. തീർന്നില്ല, അത് വിശിഷ്ടമായ ഒരു സമ്മാനമുണ്ട്. അതെന്തെന്നോ? പിന്നെ ഗജനക്കുൾ മിഫ്താക്കും താരും പ്രാധാന്യമെന്നും താരുവാൻ ഞാൻ പോരും. മുന്നൽക്ക് ഹജാഷ് ബിന് മുന്തിരണ്ട് ഉറവണ്ട കണ്ടിട്ട് ബാരും ഞാൻ കൊണ്ടേ. പിന്നെ ഞാൻ എന്റെ ഖജനാവിന്റെ താക്കോലെടുത്ത അയാളുടെ കയ്യിൽ കൊടുക്കും. തുറക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. തീർന്നില്ല, എന്റെ ദർബാറിൽ മന്ത്രിമാർക്ക് തുല്യമായ സ്ഥാനവും ഞാൻ നൽകും. അതുകൊണ്ട് ആരുണ്ട് ശൂരർ, ആരുണ്ട് വീരർ എന്ന് ചോദിച്ചപ്പോ ആ ജൂതന്മാരുടെ സൈന്യം പിൻ ഡ്രോപ്പ് സൈലൻസ്. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലാണ്ട് പോയി. ആർക്കും ധൈര്യം വരുന്നില്ല. എല്ലാവരും മൗനികളായി നിൽക്കുമ്പോൾ സദസ്സിന്റെ വടക്ക് ഭാഗത്തു നിന്നൊരു ശബ്ദം, ഞാൻ കൊണ്ടുവരാം മുഹമ്മദിന്റെയും അലിയുടെയും തല. എല്ലാവരും അങ്ങോട്ട് നോക്കി. ആരെന്നോ? വീരശൂര പരാക്രമിയായ ജൂതന്മാരുടെ ഉപസൈന്യാധിപനായ സഠാൽ ഹജ്ജാജ് ബിൻ മുന്തിർ. അത്ഭുതത്തോടെ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ സമ്മാനങ്ങളൊക്കെ എനിക്ക് ലഭിക്കുമെന്നതിന് എന്താ ഉറപ്പ്? മന്ത്രിമാരെ ജാമ്യം നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നു, ഇയാൾ പറയുകയാണ്, എനിക്കതിന്റെ പുറമേ ഈ സമ്മാനങ്ങളൊക്കെ വേണം എന്ന് മാത്രവുമല്ല, അതിന്റെ പുറമെ പോകാൻ വളരെ വേഗത്തിലോടുന്ന കറുത്ത കുതിര വേണം, പടച്ചട്ടയും പടത്തൊപ്പിയും പട്ടയും വേണം, 18 തവണ വിഷത്തിലൂട്ടപ്പെട്ട വാളും വേണം. അധികം കഴിഞ്ഞില്ല, അതിന് തയ്യാറാക്കി ആ വാളും പരിചയും എല്ലാം സമ്മാനിച്ചു മാർച്ച് പാസ്റ്റ് നടത്തി. ഇതാ ഇവനെ യാത്രയാക്കുമ്പോൾ തന്റെ കുതിരപ്പുറത്ത് ഇവൻ കയറി വളർ മനസ്സുറാൽതുയരെ കള്ളമുന്തർ ഭാഗം ചോട്ടിയായി ഉറ്റമികവിൽ കൂറിയൊരു പരിപുരമീലേറി മത കരി ഉഗമേ ചീരിൽ നടയായി, കരി ഉഗമേ തീരിൽ നടയായി. പൊളുതി പുള്ളി മെൽശയനം അളവിലൊരു കാത്തിഫുഡ് പിള്ളി ഗഗനിൽ നിണ്ട് ഷേറായി. പുതുമയിലെ കേട്ടതിനെ ഇതത്തഹത്തിൽ നാനെഴുതി നിതയതുടെ സാരമസരായി, നിതയതുടെ സാരമസരായി. അവൻ കുതിരപ്പുറത്തേക്ക് പറന്നു കയറി തന്റെ 18 തവണ വിഷത്തിലൂട്ടപ്പെട്ട വാൾ അന്തരീക്ഷത്തിൽ ചുഴറ്റി കുതിരയുടെ കടിഞ്ഞാണ് വിട്ടുകൊടുത്തപ്പോൾ കുതിരയതാ നാട്ടിൽ നിന്ന് കേട്ട ഒരു വലത്തുറത്തുനിന്ന് എന്താ കുതിര അടുത്തോട്ട് പോകത്തെന്ന് ചോദിക്കരുത്. അത് മൈക്കമ്മ ചെയ്യുന്ന പരിപാടിയാണ് മിക്സറില്, അത് ഇവിടെ നടക്കൂല. അപ്പൊ പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളവരെ, കുതിരയതാ പറന്നുകൊണ്ട് പോവുകയാണ്. പറന്നു കുതിര പോകുമ്പോൾ അവൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു, തിരിച്ചു ചെന്നാൽ തനിക്ക് ലഭിക്കാവുന്ന മഹാസൗഭാഗ്യങ്ങൾ. എന്റെ വലതു കൈയിൽ മുഹമ്മദിന്റെയും ഇടതു കൈയിൽ അലിയുടെയും ചോരയിറ്റുന്ന ശിരസ്സുകളുമായി ഞാൻ പറന്ന് എന്റെ കുതിരപ്പുറത്ത് വരും എന്നിങ്ങനെ അവന് തിരിച്ചു വന്നാലുള്ള മഹാസൗഭാഗ്യങ്ങളുടെ സൗകുമാര്യങ്ങളിൽ ലയിക്കുന്നതോർത്തുകൊണ്ട് ഇങ്ങനെ ദിവാസ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴോ നേരത്തെ പറഞ്ഞ ഈത്തപ്പന തോട്ടങ്ങളിൽ നിന്നും ഗോതമ്പ് വയലേലകളിൽ നിന്നും അതിന്റെ മധ്യേ കടന്നു പോകുന്ന ഈ രാജപാതയിലേക്ക് സുന്ദരമായ മന്ദമാരുതൻ ഇങ്ങനെ ഒഴുകി വരികയാണ്. സ്വപ്നത്തിൽ മുഴുകിയിരിക്കുന്ന ഇവനെയും തഴുകി മന്ദമാരുതൻ കടന്നു പോയപ്പോ ഇവനൊന്ന് ഉറങ്ങിപ്പോയി, ഒന്ന് മയങ്ങിപ്പോയി. എവിടെ? കുതിരപ്പുറത്തിരുന്നിട്ട്. അത്ര വലിയ പ്രാക്ടീസാണ് അവർക്കൊക്കെ, അത്ര വലിയ കുതിരകളുമായുള്ള വഴക്കമാണ് അവർക്ക്. അങ്ങനെ കുതിരപ്പുറത്ത് എന്തിനാ നമ്മൾ പറയണില്ലേ, ബൈക്കിന്റെ പുറകിലൊക്കെ ഇരുന്ന് ഉറങ്ങി പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. സുന്ദരമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും, ഇവർ വീണ് പോകുന്ന നമ്മൾ വിചാരിക്കും. ബൈക്കിന്റെ പുറകിൽ മാത്രമല്ല, ഉറക്കം പലതരത്തിലാണല്ലോ. ഞങ്ങളൊക്കെ ധാരണജാത്തിലാണ് പഠിച്ചത്. പഠിക്കുന്ന സമയത്ത് ഉപ്പ അവിടെ പരിപാടിയൊക്കെ നടത്തുന്ന കാലമാണ്. അന്ന് ഞാൻ നന്നായിട്ട് ഈ ആളുകളുടെ ഒരു രീതിശാസ്ത്രങ്ങൾ പഠിക്കുമായിരുന്നു. പല ഭാഷകൾ, പല രീതികൾ, പല സ്വഭാവ വൈജാത്യങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതൊരു രീതിയായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പലരും പല രീതിയാണ്. ഉപ്പയില്ലാത്ത തങ്ങൾക്ക് ഒരു രീതി, നൂർദീൻ തങ്ങൾക്ക് വേറെ രീതി, വേറെ ആൾക്കാണെങ്കിൽ വേറെ രീതി, അങ്ങനെയാണ്. ഇത് ഉറക്കത്തിലും ഇങ്ങനെയാണ്. ഉറങ്ങുമ്പോൾ പോലും മനുഷ്യൻ പലതരത്തിലാണ്. ഗൾഫുകാരോട് പറയേണ്ട കാര്യമില്ല, അട്ടിക്കിട്ടിട്ട് ഉറങ്ങുമ്പോൾ ഓരോരുത്തരും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഉറങ്ങുമ്പോൾ എങ്ങനെയെന്നറിയോ? ചിലർ ഉറങ്ങുമ്പോൾ കാമാൻ കൊയച്ചായിട്ട് ഉറങ്ങും, ചുണ്ടൊക്കെ കൂട്ടി കണ്ണൊക്കെ അടച്ചു വെച്ച് അങ്ങനെ സുന്ദരമായിട്ട് ഉറങ്ങും. നല്ല തണുപ്പുള്ള ദിവസം കാണാൻ ചില പകരം തലയുടെ മുകളിൽ കൂടി പുതപ്പിട്ടിട്ട് മയ്യത്തിറങ്ങുമല്ലോ കിടക്കും, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ.
വേറെ ചിലര് കൂട്ടുകാർ ചെവിടെ അവിടെ ബോർഡ് കൊണ്ടു വെക്കും ഉറങ്ങുമ്പോ. കാരണം എന്താ അറിയോ? ഈച്ചകളെ ഓം വെൽക്കുന്ന എഴുതുക. എന്താ കാരണം? ഉറങ്ങുമ്പോ ഇങ്ങനെ ഉറങ്ങും. വേറെ ചിലർ ഉറങ്ങുമ്പോ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. ഉറങ്ങുമ്പോ കാണാം ആ കോഴിയുടെ കാല് വലിച്ച് കടിക്കാൻ ഇത്ര പ്രയാസമല്ല. വേറെ ചിലർ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ജിദ്ദേന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മക്കത്തുള്ളൊരു ഞെട്ടും. ഉറങ്ങുമ്പോ കാണാം ഇതാണ്. നമ്മുടെ സമയമില്ല വിടുക. ഈ പിന്നെ ഉറക്കം പല തരത്തിലല്ലേ. ഇപ്പൊ ബസ് ഉറക്കം തന്നെ ഉറക്കമുണ്ട്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഉറക്കമാണ് അല്ലേ? ദീർഘയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ അടുത്ത KSRTC ബസ്സിലൊക്കെ ആണെങ്കിൽ കുടുങ്ങി നടുവത്തെ സീറ്റിൽ അങ്ങനത്തെ ഉറങ്ങാൻ ആളിരിക്കണെച്ചെങ്കിൽ കുറെ ഇപ്പുറത്തെ ആളുടെ തോട്ടിൽ കുറെ കഴിയുമ്പോ ഈ മനുഷ്യൻ കരാട്ട സ്വന്തം പഠിക്കും. നീർത്തില്ല, പിന്നെ അങ്ങോട്ട് പോകും. അതാണ്. ഇനി സദസ്സുറക്കം പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് മനോഹരമായൊരു സംഗതിയാണ്. ഈ നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പൊ കരുവാരുണ്ടൊക്കെ ധാരാളമുണ്ട് അത്തരം മേഖലകളിൽ പാട്ടുമായിട്ട് വലിയ ഇഴചേർന്ന ജീവിതമുള്ള ചില ആളുകളുടെ അടുത്തൊക്കെ പോയപ്പോ നമ്മള് ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർ കൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. നമ്മളിങ്ങനെ പാടുമ്പോ കാരണന്മാരിങ്ങനെ കൂടെ മുമ്പിൽ ഇങ്ങനെ പാടും. വലിയ ആവേശമാണ്. അവരിങ്ങനെ ഒപ്പം പാടുമ്പോ പിന്നെ നമ്മൾ നിരത്തൊന്നാവൂല. അത് നമ്മുടെ കൂടെ വരുന്നുണ്ടല്ലോ. വേറെ ചിലരുണ്ട് സദസ്സിൽ. നമ്മളിങ്ങനെ പല സദസ്സും പല കോലത്തിനാണല്ലോ. നമുക്കെന്താ വേണ്ടത്? ഐ കോണ്ടാക്ട് വേണം. നമ്മുടെ അടുത്ത് പോയപ്പോ നമ്മുടെ കഥ കഴിയുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോ ചില ആൾക്കാരുണ്ടല്ലോ, ചിലരിങ്ങനെ രാത്രി നോക്കിയിരിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് ആൾക്കാർ ബാക്കിൽ നിന്നിട്ട് മതി ഇടപാടുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചില ആൾക്കാരാണ് നമ്മളിങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മൾ അവരെ തന്നെ ഇടക്കിടക്കിനെ നോക്കും. കുറെ കഴിയുമ്പോഴാണ് സമ്മതത്തിന്റെ ഊക്ക് കൂടുക. അപ്പോഴാണ് വിവരം മനസ്സിലാവുക മൂപ്പര് ഇതുവരെ നമ്മളെ ശ്രദ്ധിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പര് പറഞ്ഞ അപ്പണ്ട് നമ്മുടെ കാറ്റ് പോവാൻ. സുബ്ഹാനല്ലാഹ്. ഏതു ആവട്ടെ, ഇവിടെ കുതിരപ്പുറത്തിരുന്നവൻ ഒന്നുറങ്ങിപ്പോയി. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. ശബ്ദം കേട്ടിട്ടു. അപ്പോഴോ നാലുപാടും തന്റെ വാൾ ഒരു വെട്ടം കൊണ്ട്, വെട്ടത്തെ കണത്തില്ല, കയ്യോടെ മുട്ടും ചെയ്തു പറഞ്ഞില്ലേ, ഒരു വെട്ടം കൊണ്ട് കൊടുത്ത് വാളങ്ങോട്ട് ഊരി നോക്കി. ഒരു മനുഷ്യ കുഞ്ഞല്ല, ഒരു ജീവജാലം പോലുമില്ല. തോന്നിയതാണോ? വീണ്ടും കുതിരയെ പായിച്ചു. അപ്പോഴതാ പെട്ടെന്ന് വിളിയ, പെട്ടെന്നൊരു ശബ്ദം വീണ്ടും. ആരത്? പറ. ഞാൻ ഹജാജ് ഇബ്നു മുൻദിർ. ആരടാ? ആരെയും കാണില്ല. വീണ്ടും കുതിര മുന്നോട്ട് പോയപ്പോ കേൾക്കുന്നു, തുരീദു ഖത്ലൻ നബി മുഹമ്മദി ലാ തജിദു വല്ലാഹി മാ അൻത ഖാസിദി ഫലാ തബ്ലഉൽ യൗമ യാ ഫതാ ഫഹുവ നബിയുൽ മഹ്ഫൂദി വല്ലാഹു നാസിറു. ഏ യുവാവേ, ഏ യോദ്ധാവേ, നീ മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി പോവുകയാണോ? ഇല്ല ഇല്ല, നിനക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല. നിന്റെ രക്ഷത്തെ പ്രാപിക്കാൻ നിനക്ക് സാധ്യമല്ല. നീ യുവാവായിരിക്കാം, യോദ്ധാവായിരിക്കാം, യുദ്ധക്കളങ്ങളിലെ ജേതാവായിരിക്കാം, ഒരു വിഭാഗത്തിന്റെ നേതാവായിരിക്കാം. പക്ഷെ ആവൂല്ല, നിനക്ക് തൊടാനാകൂല. ഇത് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനുള്ള പ്രവാചകനാണ്. അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആവൂല, മടങ്ങിപ്പോവുക. വിശദീകരിക്കില്ല. ഇവിടെ കുറെ കാര്യങ്ങൾ പറയാണ്ട്, അങ്ങോട്ടൊന്നും പോണില്ല, സമയം പോവും. ആ വിളിയാളം എന്താ? അള്ളാഹുവിന്റെ ഖുദറത്തിൽ വിളിയാളുണ്ടാവുകയാണ്. ആ ഒരു ശബ്ദം അശരീരി മുഴങ്ങുകയാണ്. ഹേയ്, മടങ്ങിപ്പോവുക. നാലുപാട് നോക്കിയൊരു മനുഷ്യനെയും കാണാനില്ല. അപ്പോഴാണ് ആലോചിച്ച്, രാജാവ് പറഞ്ഞത് വെറുതെ അല്ല. മനുവാരെയൊക്കെ സിഹിറാൽ മകൂട്ടും, മറ്റും പല തഞ്ചമാനെ തിരുട്ടും. രാജാവ് പറഞ്ഞല്ലോ ഈ മുഹമ്മദ് സിഹിറിന്റെ ആളാന്ന്. സംഗതി മോശക്കാരനായ സിഹിറുകാരനല്ല, നഊദുബില്ല. എന്നാൽ ഞാനിതിൽ കുടുങ്ങില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പാതിരാത്രിയിൽ കുതിരയെ, ആ രാത്രിയോടടുത്ത സമയത്ത് കുതിരയെ പായിച്ച് മദീനയിലെത്തുന്നു. മദീനയുടെ ബൗണ്ടറി എത്തുമ്പോ പാതിരാവാൻ. ആലോചിച്ചു, എന്തു വേണം ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ? അതല്ല ഇപ്പോൾ പോയി മുഹമ്മദിന്റെ കഥ കഴിക്കണോ? അരുത്, അനുയായികൾ ശക്തരാണെന്ന് മനസ്സ് മന്ത്രിച്ചപ്പോ ആ മദീനയിൽ ആകെ അവൻ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വീട് ശംഊൻ എന്ന് പറയുന്ന ജൂതന്റെ വീടുണ്ട്. കൂട്ടുകാരനാണ്. ആ ശംഊന്റെ വീട് പലതവണ വന്നിട്ടുണ്ട് കച്ചവടാവശ്യാർത്ഥത്തിനും മറ്റും. ആ പാതിരാത്രിയുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവനതാ ശംഊനിന്റെ വീടിന്റെ അരികിലെത്തി. എന്നിട്ടോ വീടിന്റെ വാതിലിൽ മുട്ടി.
ഷമൂൻ ഉറക്കച്ചടവോടെ വാതിൽ തുറന്നു. ആരാണത്? ഞാൻ ഹജ്ജാഷോ? ഏത് ഹജ്ജാഷ്? അതെ, നിന്റെ സുഹൃത്ത് ഖൈബറിൽ നിന്നു. വാതിൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. പടച്ചട്ടയും പടത്തൊപ്പിയും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഹജ്ജാഷിനെ കണ്ട് ഷമൂൻ ചോദിച്ചു, വല്ല അപകടവും വല്ല യുദ്ധവും? ഹേയ്, അകത്ത് കയറാം, പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാടിന്റെ രാജാവുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ നേതാവ്, ആ മുഹമ്മദിനെയും അലിയെയും നമ്മുടെ ജൂതന്മാരുടെ രാജ്യമായ ഖൈബറിന്റെ അധിപൻ മുറഹിബ് രാജാവ് പറഞ്ഞു, മുറഹിബ് രാജാവ് നീണാൾ വാഴാൻ ഈ മുഹമ്മദിനെയും അലിയെയും കൊല്ലാൻ വന്നതാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ധരിച്ചു തന്നുപോയി, ഒന്നും പറയാനാകാതെ. എന്നിട്ടോ അതാ ആ സമയത്ത് ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഷമൂൻ പറയുന്നു, ഹജ്ജാജ് മുണ്ടിപ്പോകരുത്. എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയെ കൊല്ലാനോ? അനുവദിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാനും ജൂതനാണ്. പക്ഷേ ഈ പ്രവാചകൻ അറിയുമോ? ഏതാണ് ഈ പ്രവാചകൻ എന്നറിയുമോ നിനക്ക്? ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് നമ്മൾ ജൂതന്മാർ. വിശ്വസിക്കാൻ, ആചരിക്കാൻ, വിശ്വാസം പ്രചരിപ്പിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നൽകുകയാണ് നമ്മുടെ ഈ നാടിന്റെ അധിപനായ പ്രവാചകൻ. അതുകൊണ്ട് സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. ഈ പ്രവാചകനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല, അഭയം തരൂല്ല, ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവൻ പറഞ്ഞു, ഇന്ന് രാത്രി മാത്രം. കുറെ തവണ തർക്കിച്ച് പറഞ്ഞു, ഇന്ന് രാത്രി മാത്രം ഞാൻ പോയിക്കൊള്ളാം, ഇന്ന് രാത്രി മാത്രം അഭയം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്ത് ഒരു വിരിപ്പും കൊടുത്ത് ഹജ്ജാജ് ഉറങ്ങാൻ കിടന്നു. ഷമൂൻ ഉറക്കം വരുന്നില്ല. ഷമൂൻ ഓടിച്ചെന്ന് ഹജ്ജാജിനെ വിളിച്ചു നടത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല ഹജ്ജാജ്. എന്തേ കാരണം? പാഠം എനിക്കതറിയേറി ഭയ എന്നിതാറിലിരുത്താനേ പോരുത്തം പറ്റേനക്കില്ല തെറ്റു പോറുക്കാമല് തെറ്റു സഖീമാനെ ഊനൈതാൻ പട്ടാങ്കുര തീട്ടെ കഥമട്ടെ തരിത്തീട്ടെ പിറേ ഹജ്ജാസുരത്താനേ താൻ ഉരീത് നാനീക നേരമിൽ ബന്തുള്ള താരം നബിയാനെ അറിയുമോ ഉന്നവേഷം ഓനും മുന്നേ നബി മൂസ പിന്നെ മസിഹാനെ അവറുകളിൽ ഊക്കം മലക്കേകും പടിയാകും ഇവർ കേകൻ വകി ഉണ്ട് തിരമാനേ. ഹജ്ജാജിനോട് ഷമൂൻ പറയുന്നു, ഹജ്ജാജ്, എനിക്ക് ഭയമുണ്ട് നിന്നെ ഇവിടെ നിർത്താൻ. കാരണം നീ വന്നത് ഇതേ നിമിഷത്തിൽ തന്നെ പ്രവാചകൻ അറിഞ്ഞിട്ടുണ്ടാകും. അറിഞ്ഞാൽ പിന്നെ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് അങ്ങോട്ട് വിരിപ്പിൽ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഷമൂൻ, നീ ഇത്ര വിഡ്ഢിയായി പോയത്? എന്നെ കുറിച്ച് നിനക്കറിയില്ലേ? എത്ര വലിയ കാര്യങ്ങളിലേക്കാണ്, ലക്ഷ്യങ്ങളിലേക്കാണ് ഒരു ഈച്ച പോലും അറിയാതെ ഞാൻ കടന്നു ചെന്ന് സാധിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ വന്നത് ആരും അറിഞ്ഞിട്ടില്ല. പൂച്ചയെ പോലെ, മാർജാരനെ പോലെ ഒരു ഈച്ച പോലും അറിയാതെയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ഷമൂൻ പറഞ്ഞു, ഹജ്ജാജേ, നീ വിചാരിച്ച പോലുള്ള ആളല്ലേ ഈ പ്രവാചകൻ. ആരാണ് ഈ പ്രവാചകനെന്നോ? ഉന്നബെ ശമൂനും മുന്നേ നബി മൂസ പിന്നെ മസിഹാനെ അവറുകളിൽ ഊക്കം വല്ല കേകും പടിയാകും ഇവർ കേകൻ വഴി ഉണ്ട് സ്ഥിരമാനേ. ഇത് നമ്മൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാർ മോശെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ യേശു, ജീസസ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അവരിലേക്കൊക്കെ വന്നിരുന്ന ദൈവത്തിന്റെ മാലാഖയുണ്ടല്ലോ, ഗബ്രിയേൽ മാലാഖ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ദൈവദൂതുമായി വഹയുമായി പ്രവാചകനിലേക്കും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നേരം വെളുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നേരം വെളുത്ത ഉടനെതാ ആ ഭാണ്ഡം എടുത്തുകൊണ്ട് തന്റെ പടച്ചട്ടയും പടത്തൊപ്പിയും കുതിരപ്പുറത്ത് വെച്ച് ജീനിയിൽ വാള് തൂക്കിയിട്ട് ഹജ്ജാജിങ്ങനെ നടന്നു പോവാണ്. മദീനയുടെ തെരുവോരത്തിലെത്തുമ്പോൾ നേരം പതുക്കെ വെളുത്തു വരുന്നേ ഉള്ളൂ. നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോവാൻ. ഹജ്ജാജ് അത്ഭുതം, ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ട് എന്തോരച്ചടക്കാൻ, എന്താണിതിങ്ങനെ? അങ്ങോട്ട് ചെന്ന് അപരിചിതനായിട്ട് പോലും ഹജ്ജാജ് ചോദിക്കുകയാണ്, ആരെങ്ങള്? ഇത്ര അച്ചടക്കം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആരാ? അവർ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടേക്ക് പോണത്? ഇന്ന് നജ്ജാശി രാജാവ് ഞങ്ങളുടെ റസൂലുള്ളാഹിക്ക് ഒരുപാട് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനം ഞങ്ങൾക്ക് ഇന്ന് ദാനം ചെയ്യുന്നു, സ്വതക്ക ചെയ്യാൻ ഞങ്ങളത് വാങ്ങാൻ പോവാണ്. എവിടേക്ക്? മദീനത്തെ പള്ളിയിലേക്ക്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ഹജ്ജാജ് ബിൻ മുൻദിറിന്റെ മനസ്സിൽ ലഡു പൊട്ടി. ഒരു ലഡു അല്ല, 1000 ലഡു.
എങ്ങനെ? ഇത് തന്നെ തക്കം. മദീന പള്ളി കണ്ടെത്താം. ആ സമയത്താരും കാണാതെ പറ്റുമെങ്കിൽ മുഹമ്മദിന് അവന്റെ കഥ കഴിക്കാം. സുബ്ഹാനല്ലാഹ് നഊദു ബില്ലാഹ് എന്നും തീരുമാനിച്ചവൻ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ടോ അവൻ പതുക്കെ സ്വഹാബികൾ അറിയാതെ അനുധാവനം ചെയ്തു, ശബ്ദം ഉണ്ടാക്കാതെ മദീനത്തെ പള്ളിയിലെത്തി. ഇന്ന് നമ്മൾ കാണുന്ന പള്ളിയല്ല, ഈത്തപ്പന തൂണുകളുടെ തടി കൊണ്ട് തൂണുണ്ടാക്കിയ, മണൽ വിരിച്ച ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ പള്ളി. ആ പള്ളിയിലെ പരിസരത്തെത്തിയിട്ട് കുതിരയെ അവിടെ പതുക്കെ നിർത്തി. നാലുപാടും നോക്കുമ്പോ സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഭവ്യതയോടെ വാങ്ങുന്നു. മുത്ത റസൂൽ ആ പവിഴ ചുണ്ടുകൾ ഇളക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കിത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവൻ പതുക്കെ പതുക്കെ പുറകു ഭാഗത്തേക്ക് വന്നു കുതിരയെ മാറ്റി നിർത്തി. ആ മദീനത്തെ പള്ളിയിലേക്ക് ചാടിയങ്ങോട്ട് കയറി പതുക്കെ ഓടിച്ചെന്ന് ഈത്തപ്പന തടി തൂണും മറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. പതുക്കെ പതുക്കെ മുന്നോട്ട് വന്നു. കുറെ സമയം കാത്തുനിന്നു, ക്ഷമയോടെ കാത്തുനിന്നു, വല്ലാത്ത ജാഗ്രതയോടെ കാത്തുനിന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആരുമില്ല. ഇത് തന്നെ തക്കം, അത് തന്നെ തക്കം. പതുക്കെ അവൻ ചുവട് വെച്ചു. 18 തവണ വിഷത്തിലൂട്ടപ്പെട്ട വാള് പതുക്കെ വലിച്ചെടുത്തു. മുത്ത റസൂലിന്റെ പുറകിലെത്തി. ആരുമില്ല, ആരും കാണുന്നില്ല. ആ വാളങ്ങോട്ട് അവൻ ഉയർത്തിപ്പിടിച്ച് മുത്ത റസൂലിനെ വെട്ടാൻ ആങ്ങിയോങ്ങി സകല ശക്തിയും കൈകളിലേക്ക് കൊടുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കുമ്പോ പെട്ടെന്ന് പേടിച്ച് ഹൈറാനിയത്തായി വാള് താഴെ വീഴുകയാണ്. എന്നിട്ടോ ഇവൻ പേടിച്ചു ഓടിച്ചെന്ന് കുതിരപ്പുറത്തേക്ക് കയറി ഓടാണ്. സ്വഹാബികൾ നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പുറകിൽ ഒരു വാള് വീഴുന്ന ശബ്ദം. ഒരുത്തൻ കുതിരപ്പുറത്ത് പായുന്നു. അപ്പോഴോ എന്ത് ചെയ്തുവെന്നോ? നെഞ്ചകത്തേറവെ അഞ്ജലിനാലവൻ ായി നിത്യമെന്നെ ഗീരത്തിടുമെണ്ട് നിനത്തുടൻ മണ്ടിടലാടുവകൾ തഞ്ചം കനിന്തവൻ പിഞ്ചരൻ ഹാരിബിലേ ഭീരനെ കിട്ടമൽ വാരുപതാൽ നബി യാറമർ ഹൈദറിലേ കഞ്ചക കാഞ്ചര് വഞ്ചന നീരോഷിയേ ഭയമിലെ പിടിച്ചെയ്യുവാനാരിലും കയ്യുകയണ്ടിശയേ കഞ്ചക കാന്തരെ വഞ്ചന നീരോഷിയേ ഭീരൻ ഭയ്യമിലെ പിടിച്ചെയ്യുവാനാരിലും കയ്യുകയണ്ടിശയേ അതാ സ്വഹാബികൾ ഇവന്റെ പുറകിൽ ഓടി നോക്കി. പക്ഷെ കുതിരപ്പുറത്ത് ഓടുന്നവന്റെ പുറകിൽ പിന്നാലെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? നിരാശരായി, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അവർ തിരിച്ചു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലത വിളിക്കുന്നു, യാ അലി. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, നിങ്ങൾക്ക് അവനെ പിടിക്കാൻ സാധിക്കൂ. ആ അപായപ്പെടുത്താൻ വിഷത്തിലൂട്ടപ്പെട്ട വാളുമായി കടന്നു വന്നവന് പിടിച്ചുകെട്ടി കൊണ്ടുവരിക എന്ന് പറയേണ്ട താമസം അലി റളിയല്ലാഹു അൻഹു 2 ചുവട് മുന്നോട്ട് വെച്ച് വിളിക്കുന്നു, യാ ദുൽദുൽ. ദുൽദുലതാ വന്നു നിന്നപ്പോൾ തന്റെ ദുൽഫുഖാറുമായി കുതിരപ്പുറത്തേക്ക് ബിസ്മില്ലാഹ് ചാടി അങ്ങോട്ട് കയറി. അപ്പോഴോ മുഞ്ചിയറകളില് തഞ്ചിടുക തലി കൊഞ്ചര പോൽ പൂകിവായി മുന്തി മുറുക്കലിൽ അന്ത ഹജാശി അണ്ണന്തിടുക അളവായി. ആയ സമയത്തിൽ സിയമ്മോരൊച്ച സായം വീറച്ചവൻ താൻ അങ്ക് മാലങ്കി ബീലങ്ങൾ ചൂരുങ്കി പാതുങ്കി കൂലുങ്കി നിണ്ടാ മുഞ്ചിയറകളിൽ തഞ്ചിടുക തലി കുഞ്ചര പോൽ പൂകിവായി മുന്തി മുറുക്കലിൽ അന്ത ഹജാശി അണ്ണന്തിടുക അളവായി. എങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുതിര പോകുന്നതെന്നോ? മഹാനായ കവി പറയുന്നു, മുഞ്ചിയ റേഗലില് തഞ്ചിട്ടു കാതലി കുഞ്ചരം പോൽ പുകിവായി. കുഞ്ചരം, ചെറിയ ശരം, ചെറിയ അമ്പ് വില്ലിൽ നിന്ന് കൊലച്ചാൽ അതിവേഗതയിൽ. അമ്പിന് സ്പീഡ് ഇതിൽപ്പെടെ കുറവുണ്ട് കേട്ടോ, നിങ്ങളെ പൊരുത്തപ്പെടണം. കാരണം അങ്ങനെ മനസ്സിൽ കരുതിയ വലിയ സ്പീഡിൽ പോയി. ഗൾഫിൽ അത്ര സ്പീഡ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഇന്നലെ മക്കത്ത് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടായിരുന്നു. അവിടെ
ഇങ്ങനെ കുറച്ചുകൂടി വലിയ ഹോളായതുകൊണ്ട് ഇവിടെ എത്രയുള്ളൂ, ജിദ്ദയിലെത്തുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും സുബ്ഹാനല്ലാഹ്, ഈ കുഞ്ചരം ചെറിയ ശരം ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പായുന്നത് പോലെ അതാ ആ കുതിര കുതിച്ചു പായുന്നു. കുറെ അങ്ങോട്ട് എത്തിയപ്പോ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ദുൽദുൽ അതിശക്തമായി മുന്നോട്ട് പോയി. അങ്ങനെ അതാ രണ്ട് കുതിരകളും തൊട്ടില്ലെന്ന മട്ടിൽ രണ്ട് കുതിരകളും മത്സരിക്കുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ദുൽദുലിന് മറികടക്കാനാവണില്ല. ഈ കറുത്ത കുതിരയെ ഹജാഷിന്റെ കറുത്ത കുതിരക്കോ ദുൽദുലിനെ കബളിപ്പിച്ച് ഏറെ ദൂരം മുന്നോട്ട് പോകാനും ആകുന്നില്ല. അങ്ങനെ അതാ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അർശിലെ പുലി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ 18ാമത്തെ അടവങ്ങോട്ട് പ്രയോഗിച്ചു. എന്താ ചെയ്തെന്നറിയോ? തന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് അങ്ങോട്ട് എടുത്തിട്ട് ബിസ്മില്ലാഹ്. എന്ത് ഈ ചങ്ങായി പറയുന്നത്? ബോംബോ? ഒരു അന്തല്ല വർത്താനം പറയണ്ടേ? ഏതാ ഈ ബോംബ്? അമേരിക്കക്കാരൻ അഫ്ഗാനിലെ തോറ മലയുടെ മുകളിൽ പ്രയോഗിച്ച ബോംബല്ല. ഇറാഖിലെ കുട്ടികളുടെ മുകളിൽ പ്രയോഗിച്ച സ്പെഷ്യൽ ബോംബല്ല. പാവപ്പെട്ട ഫലസ്തീനുകളുടെ മുകളിൽ വർഷിച്ച ബോംബുകളുമല്ല. നമ്മുടെ ഒരു 2-3 ജില്ലക്കപ്പുറത്ത്, നിങ്ങൾക്കാണെങ്കിൽ 1-2 ജില്ല അപ്പുറത്തല്ല, ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. കണ്ണൂരും കോഴിക്കോട്ടെ ചില ഭാഗത്തൊക്കെ ഇടയ്ക്ക് തമാശക്ക് ആ നാടനുമല്ല. പിന്നെ ഏതാ? ഇതേതാ ബോംബെന്നോ? പ്രിയപ്പെട്ടവരെ, വലിയ ശബ്ദത്തിനുടമയായിരുന്നു മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. തന്റെ കുതിരയ്ക്കൊരു സിഗ്നൽ അങ്ങോട്ട് കൊടുത്തിട്ട് പെട്ടെന്നതാ ബിസ്മില്ലാഹ്. ആയ സമയത്തിൽ സിയം ഓരൊച്ചയാൽ കായം വിറച്ചവൻ താൻ അങ്ക് മാലങ്കി ബീലങ്കൾ ചൂരുങ്കി പാതുങ്കി കോലുങ്കി നിണ്ടാ. ദുൽദുലിന് സിഗ്നൽ കൊടുത്തിട്ട് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ. ഒരൊറ്റ ശബ്ദം. ആകാശം കിടുങ്ങിയോ, ഭൂമി വരച്ചോ അറിയില്ല. പക്ഷെ ഹജാസിന്റെ കുതിരയത് മറിഞ്ഞങ്ങോട്ട് വീണു. ഹജാസിന് മുന്തിരി തെറിച്ചു വീണിട്ട് ഇങ്ങനെ നോക്കുമ്പോ 8 കുതിരയും 8 അലി റളിയല്ലാഹു അൻഹു. നോക്കുമ്പോ 8 കുതിര 8 അലി റളിയല്ലാഹു അൻഹു നിരന്ന് നിൽക്കാണ്. തലന്ന് കുടഞ്ഞു നോക്കുമ്പോ 4 ആയി. ഒന്നുകൂടി കുറഞ്ഞപ്പോ 2 ആയി. അപ്പൊ പിന്നെ മുപ്പർക്ക് മനസ്സിലായി ഒന്നുകൂടി കുറഞ്ഞ 1 ആവുന്നു. തല കറങ്ങിയതാ, മനസ്സിലാവണില്ല സംഗതി. അപ്പോഴേക്ക് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ബിസ്മില്ലാഹ് ചാടി വന്നു. അവനെ പിടിച്ചു കെട്ടി തന്റെ കുതിരപ്പുറത്തിരുത്തി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദറത്തിലേക്ക് അതാ കൊണ്ടുവരികയാണ്. അവനെ കൊണ്ടുവരികയാണ്. അപ്പോഴോ സജലങ്ങളാണ് കണ്ണുകൾ. ആരുടേതെന്നോ? ഹജാസ് ബിൻ മുൻദിറിന്റേത്. മനസ്സോ തപിക്കുകയാണ്, പശ്ചാത്താപത്തോടുകൂടെ അതാ വിങ്ങുകയാണ്. വലിയ അബദ്ധം ചെയ്തല്ലോ നാഥ, വലിയ അബദ്ധം ചെയ്തല്ലോ തമ്പുരാനെ. ആ കണ്ണുകൾ എന്നാ ഒരു വലിയ സംഗതി നമ്മൾ പറയാൻ വിട്ടുപോയി. ഓട്ടത്തിന്റെ ഇടക്ക് വിട്ടുപോയതാണ്. എന്താ സംഗതി അറിയോ? ഇവ എന്തപ്പോ ഈ വരച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? പിന്നെ എന്ത് മനുഷ്യന്മാരങ്ങള് വെറുതെ ഒരാൾ വെട്ടാൻ നിൽക്കാൻ വേണ്ടി വറക്കുവോ? നമ്മളിങ്ങനെ ഓടുന്നതിന്റെ അല്ല പോവുകയും ചെയ്തു. അപ്പൊ ഇതിന് പിന്നെ ഇവനൊന്ന് തല്ലി പോകുന്നുണ്ട്. കഥയില് ചോദ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഗതി എന്നറിയോ? എന്തോ വിട്ടുപോയി. നമ്മൾ ഓടുമല്ലേ, ഓടുമ്പോ അങ്ങനെയാണ്. വാളങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോ ഞെട്ടിയതെന്തേ? ഞെട്ടിയത്? പുറകുന്ന പുറകുന്ന് പരടിയിൽ വെട്ടാൻ വേണ്ടി നിൽക്കുമ്പോ പെട്ടെന്നതാ മുത്ത് റസൂലിന്റെ ശിരസിന്റെ പുറകിൽ 2 കണ്ണുകൾ വെട്ടിമിഴിച്ചു നോക്കുകയാണ്. മുഅ്ജിസത്തിന്റെ കണ്ണുകളാണ്. ഹിജ്റയുടെ വേളയിൽ സൗറ് കണ്ടു നമ്മൾ. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹനത്തിന്റെ നായകൻ കണ്ട കണ്ണുകൾ. അബൂബക്കർ റളിയല്ലാഹു ഇടക്ക് അല്ലാഹുവിന്റെ മുമ്പ് റസൂലിന്റെ മുമ്പിൽ നടക്കും. ഇടക്ക് വലതു ഭാഗത്ത്, ഇടക്ക് പുറകില്, ഇടക്ക് ഇടതു ഭാഗത്ത്. അങ്ങനെ പുറകിൽ നടക്കുമ്പോണ്ട് അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ 2 കണ്ണിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണു. സുബ്ഹാനല്ലാഹ്, ഞെട്ടിപ്പോയി. മറ്റൊരിക്കൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ജിദ്ദയിലും സമാധാനമുണ്ട്. മറ്റു ഫാത്തിമ എന്ന് പറയുമ്പോൾ കൽബിലെ ഫാത്തിമയാണോ നെഞ്ചിലെ ഫാത്തിമയാണോ ആളുകൾക്ക് സംശയമാണ്. തെളിഞ്ഞെത്തി ചൊല്ലൂല. ഏതായാലും 1 മിനിറ്റ് ആലോചിച്ചിട്ടേ ചൊല്ലുള്ളൂ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മറ്റൊരിക്കൽ കണ്ട കണ്ണുകൾ. ആ കണ്ണ് മുഅ്ജിസത്തിന്റെ കണ്ണാണ്. ഇത് കണ്ടപ്പോ ആ കണ്ണ് കണ്ടിട്ട് വേർച്ചിട്ടാണ് അവൻ ഓടിയത്. അത് നേരത്തെ പറഞ്ഞു ഇപ്പൊ കണക്കാക്കി വെച്ചിട്ടോ.
എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക. ഇവിടെ അവനതാ കരയുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഹജ്ജാജ് ബിൻ മുൻദിർ പശ്ചാത്താപവിവശനായി തപിക്കുന്ന മനസ്സോടുകൂടെ ആ കുതിരപ്പുറത്തിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകനാണ്, സംശയമില്ല. ദൈവിക ശക്തിയുള്ള കണ്ണാണ് ഞാൻ കണ്ടത്. അത് സാധാരണ കണ്ണല്ല, അത് ദൈവിക ശക്തിയുള്ള കണ്ണാണ്. ഇത് സത്യമതം തന്നെയാ. പക്ഷേ അബദ്ധം സംഭവിച്ചല്ലോ. ഇനി എന്ത് പറഞ്ഞിട്ടെന്താണ്? ഈ സത്യമതത്തിൽ ചേരാൻ കഴിയില്ല. ഇവർ വധശിക്ഷ തന്നെ വിധിക്കും. ഈ തൗഹീദിന്റെ, ഈ ധർമ്മത്തിന്റെ, ഈ നേരിന്റെ, ഈ സത്യത്തിന്റെ, ഈ സമത്വത്തിന്റെ ശാദ്വല തീരത്തണയാൻ ഭാഗ്യമില്ലാത്തവനായി പോവുകയാണല്ലോ എന്ന് കേട്ടറിഞ്ഞ മുമ്പേ ഇസ്ലാമിനെ കേട്ടറിഞ്ഞ, എന്നാൽ തന്റെ മനസ്സിൽ ഒരുക്കി വച്ചിട്ടുള്ള മുൻവിധിയോടുകൂടെ ദീനിനെ സമീപിച്ച ഹജ്ജാജ് ബിൻ മുൻദിർ പശ്ചാത്താപത്തോടുകൂടെ ചിന്തിക്കുകയാണ്. ഒറ്റ കാഴ്ച മതി, അല്ലെ? ഒറ്റ കാഴ്ച മതി. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് മഹാന്മാരുടെ കാഴ്ച നൽകട്ടെ, അവരുടെ ഒരു നോട്ടം നമുക്ക് നൽകട്ടെ, ഒരു ദൃഷ്ടി നമ്മുടെ മേൽ പതിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കരുതി ഇവര് കിട്ടണ മിഠായി ആലോചിച്ചിട്ട് അവൻ കരയാണ്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. കുറച്ചൊന്നല്ല കിട്ടും ചെയ്യുള്ളൂ, അങ്ങനെയല്ലേ? അത്ര വലിയ തെറ്റല്ലേ ചെയ്തത്? അവിടെ വന്നിട്ട് മുത്ത റസൂലിന്റെ തിരുഹദറത്തിൽ ഇരുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് കടന്നു വരുന്ന മുഖത്ത് ഗൗരവമുണ്ട്. ഗൗരവത്തോടെ വരുമ്പോഴും തത്തിക്കളിക്കുന്ന പുഞ്ചിരിയാ പവിഴ ചുണ്ടിൽ നിന്ന് ചോർന്ന് പോകാതെ വരികയാണ്. എന്നിട്ട് അല്പം ഗൗരവത്തോടെ ചോദിക്കുക, ആരാ നീ? എന്തിനാ അവിടെ വന്നത്? പറ, നിന്റെ പേരെന്താ? എവിടെന്നാ വരണത്? മഹാനായ അള്ളാന്റെ റസൂലിനോട് വറച്ച് കണ്ടമിടറി വാക്കുകൾ പതറി അവനതാ പറയുകയാണ്, എന്റെ പേര് ഹജ്ജാജ് ബിൻ മുൻദിർ എന്നാണ്. ഖൈബറിൽ നിന്ന് മുറഹിബ് രാജാവ് പറഞ്ഞയച്ചതാണ്. അങ്ങേ അലിയെ വധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. പൊരുത്തപ്പെടണം, എന്നോട് പൊറുക്കണം. അതാ അങ്ങനെ വധിക്കില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ എല്ലാം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തറസൂല് പറഞ്ഞു, ഹജ്ജാജ് വിഷമിക്കേണ്ട, നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. എങ്കിൽ നബിയെ, എനിക്ക് നിങ്ങളുടെ ആളാകണം, എനിക്ക് സത്യത്തിന്റെ ആളാകണം, ഈ ദർശനത്തിന്റെ ആളാകണം, ഈ നേരിന്റെ കൊടി പിടിക്കണം നബിയെ എന്നതാ പറഞ്ഞപ്പോൾ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഷഹാദത്ത് ചൊല്ലപ്പെടുകയാണ്, ചൊല്ലിക്കൊടുക്കപ്പെടുകയാണ്. അവൻ ഏറ്റു ചൊല്ലി. ആരെന്നോ മഹാനായ ഹജ്ജാജ് ബിൻ മുൻദിർ റളിയല്ലാഹു തആല അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് കലിമത്തൈ ഷഹാദ ചൊല്ലി പരിശുദ്ധ ഇസ്ലാമിന്റെ ശബ്ദല തീരത്തടയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്തിങ്ങനെ ഉണ്ടാവാൻ, എങ്ങനെ കൊല്ലാൻ വരാൻ ഒരു കാരണം ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചപ്പോ ഹജ്ജാജ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, മോളിന്താർ ഉടൻ ത്വാഹ ഉദന്തം ചോടി മുന്തിർ പൂതലിവനർ അടങ്കൽ പാടി ഖൈബറിലെ പൊറുക്കും ദാറാ ഹജ്ജാജ് ബിൻ മുൻദിർ എനക്കുളുവേരാ പൊളിയിൽ അദലത്ത് നടത്തിടുന്ന് പൊരുണൽ മുറഹിബും കവാമുമെന്ന് പൊരുണൽ മുറഹിബും കവാമുമെന്ന് അഴകിൽ മീകും നീരെ ഹനിപ്പാതുക്കൈ ആയത്താരേനും മാലി കഥാവൂര കൈ കഥകേ തലിയാറിലെ അരുളി മുത്തേ ഹാമീൻ മുറഹിബിലെ എഴുതാൻ ഹത്തേ പതിയാം ഖൈബറൻ ദദിൽ ബൻസിയ പാലൻ മുറഹിബം മലികരിയ. എന്തേ കത്ത മഹാനായ അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, മുറഹിബ് സ്വപ്നം കണ്ടതും അതിന്റെ വ്യാഖ്യാനം വന്നതും ഇങ്ങനെ തീരുമാനിച്ചതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു രാഷ്ട്രത്തിലേക്ക് ഒരു മര്യാദയില്ലാതെ കടന്നു വന്നിട്ട് വധിക്കാൻ വേണ്ടി ആളവിടുകയോ? ഒരുപാട് സന്ധി ലംഘിച്ചവരെ സംരക്ഷിച്ചവർ, അനാവശ്യമായി അകാരണമായി നിരന്തരം അക്രമങ്ങൾ ചെയ്തവർ, ഇനിയും ക്ഷമിക്കേണ്ട സ്വഹാബ, ഇനിയും ക്ഷമിക്കേണ്ട, ഒരു താക്കീത് നൽകണം. അള്ളാന്റെ റസൂൽ എപ്പോഴും താക്കീത് കൊടുത്തിട്ടാ ബാക്കി കാര്യങ്ങളുള്ളൂ. എന്നിട്ടോ ഒരു കത്ത്
കത്തെഴുതുകയാണ്. എന്താ കത്ത്? ഖൈബറിലെ മഹാരാജാവ് മുറഹി പറയാൻ വേണ്ടി മദീനയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാ, അറിയുമോ മുറഹിബ് രാജാവേ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നത് ഏകനായ അല്ലാഹുവാണ്. അവന്റെ അന്ത്യപ്രവാചകനാണ് ഞാൻ. ഈ വിശ്വാസം ഉണ്ടില്ലൂരത്തോ ശിർക്കതും വെക്കല്ല, ഉണ്ട് വാഴ്തയും വാഴ്ത്തായല്ല. ഉണ്ട് തനിക്കിതിൽ പൊരുത്തമില്ല, എങ്കിൽ ഖൈബർ വിട്ടുടൻ പോവല്ല. രണ്ടും റീല ചെയ്യ ദൂനൈവാസിത്താൽ രണമേടുക്കും ഞാൻ അതിശിദ്ധത്താ. ഉണ്ടില്ലൂറത്തോശ് കതും വെക്കല്ല, ഉണ്ട് വാഴ്തയും വാഴ്തായല്ല. ഉണ്ട് തനിക്കിതിൽ പൊരുത്തമില്ല, എങ്കിൽ ഖൈബർ വിട്ടുടൻ പോകല്ല. അതുകൊണ്ട് ഈ വിശ്വാസം എനിക്ക് മാത്രമല്ല, എന്റെ അനുയായികൾക്ക് മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യർക്കും സകല സൃഷ്ടികൾക്കും നിർബന്ധമാണ്. അള്ളാഹു ഒരുവനാണെന്നും അന്ത്യപ്രവാചകൻ ഞാനാണെന്നും വിശ്വസിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. പക്ഷേ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല. പീഡിപ്പിച്ചോ പ്രീണിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ഈ സത്യദർശനത്തിലേക്ക് ആളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം വേറെയാണ്. നിങ്ങൾ നിരന്തരം ആക്രമിക്കുന്നു, രാജ്യമര്യാദകളെ കാറ്റിൽ പറത്തുന്നു, ഞങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഖൈബർ വിട്ടു പോകണം. നിങ്ങൾ നിരന്തരം ആക്രമിച്ചതുകൊണ്ട് ഒരു രാജ്യക്കാർ, ഒരു നാട്ടുകാർ, ഒരു ദർശനത്തിന്റെ ആളുകൾ എന്ന രീതിയിൽ തിരിച്ചു ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു. വിശ്വസിക്കുക, അല്ലെങ്കിൽ ഖൈബർ വിട്ടു പോവുക. രണ്ടിനും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത് പോലെ സാധാരണ നിങ്ങൾ എന്താ യുദ്ധം അതല്ലേ നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ മന്ത്രം. അതുകൊണ്ട് യുദ്ധത്തിൽ ഒരുങ്ങേണ്ടി വരും എന്നല്ലാഹുവിന്റെ റസൂല് കത്തെഴുതി. എന്നിട്ടതാ അതിനുശേഷം അവനെ ചുടിപ്പിക്കാവുന്ന രീതിയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, രണ്ടും ചിത്തപ്പകന്നെ കാശിപ്പാൻ വിട്ടേ ഹജാസനെ മാർഗം പിടിക്കപ്പെട്ടേ. മത്തും വിവരത്തിൽ അലി കൂറിത്തേ മാഹീൻ മലർബായൻ സ്വഹാബിലുത്തേ. മെത്തേ കിതാബ് കൊടുത്ത് മാരൂ മേലോനൊരു മട ബീഹിസ്തിരുതാരൂ. ഖൈബർ കുളർവാന് എഴുന്നില്ല നികരത്താനിം നാറ്റൽ ഭാരം കൊടുത്തേ നിധി ചങ്കമാലപ്പോൾ പാദം തൂജിത്തേ. ഖൈബർ കുളർവാന് എഴുന്നില്ല നികരൻ താനിന്താറ്റ് ഭാരം കൊടുത്തേ നിധി ചങ്കമാലപ്പോൾ പാദം തൂതിത്തേ. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ എഴുതി, നിങ്ങൾ ഞങ്ങളെ വധിക്കാൻ പറഞ്ഞയച്ച സാക്ഷാൽ ഹജ്ജാജ് ഇബ്നു മുൻദിർ റളിയല്ലാഹു തആല അൻഹു ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണ് എന്നതാ പറഞ്ഞു. അതുകൊണ്ട് ഇത് സ്വീകരിക്കുക. നിങ്ങൾ ഈ കത്ത് കിട്ടുന്നിടം തന്നെ ഉടനടി അതിനൊരു പ്രതിവിധി കണ്ടെത്തണം എന്നും എഴുതി കത്ത് അവസാനിപ്പിച്ച് സീല് വെച്ച് കത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ആരാണ് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുക? മെത്തെ കിതാബ് മൻ കൊടുത്ത് വാരും മേലോനൊരു മാടം ബിഹിസ്തിൽ താരും. ആരാണ് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കുക? അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശമില്ലാതെ ഒന്നും പറയാത്ത മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആര് കൊണ്ടുപോയി കത്ത് കൊടുക്കുമോ ഇതിന്റെ ഉള്ളടക്കം മുറക്കിബിന് ഹിതകരമാകില്ല, ഇഷ്ടമുള്ളതാകില്ല, താല്പര്യമുള്ളതാകില്ല, ഏത് രീതിയിൽ അവൻ പ്രതികരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് ആരാണ് ഈ ദൗത്യം ഏറ്റെടുക്കുക? അവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു മണിമേട ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു എന്ന അബൂ സൽമാ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് കത്ത് വാങ്ങി കത്തുമായിട്ട് ഖൈബറിലെത്തി. തങ്ങൾ ഇടക്ക് വെച്ചിട്ട് കത്ത് ഇത് തന്നിട്ടുള്ള വേറൊരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. നമ്മളോ കത്തോണ്ട് സ്വീപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ കത്ത് നമുക്ക് വേഗം നിർത്തുന്ന പറഞ്ഞിട്ടാണ്. നിങ്ങളെ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാന് പരമാവധി മാഷാ അല്ലാഹ് തങ്ങൾ 11 മണി വരെ എന്നൊക്കെ വന്നിട്ട് പേടിപ്പിച്ചാണ് എഴുതിയേക്കണ്. ഞാൻ കുറച്ചും കൂടെ നേരം പറയാം. എനിക്ക് നേരം വിളിക്കോടും ഞാൻ പറയാട്ടോ. കാരണം നാളെ ജോലിക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ബോസ് വന്നിട്ട് ചീത്തോടെ പിന്നെ പിരാകരുത്. ആ ഒരു കണ്ടീഷനും ഞാൻ റാഹത്തിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 2 പേർക്ക് മടുക്കുന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന നിമിഷമാണ് നിർത്തും. ഉണ്ട് ഇല്ല ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സദസ്സിന്റെ ഒരു മാസ് സൈക്കോളജിയിൽ എവിടെയെങ്കിലും പോറൽ വിടുന്ന സമയത്ത് നമ്മുടെ ഒരു സദസ്സിന്റെ മാസ് സൈക്കോളജിയിൽ എവിടെയെങ്കിലും ഒരു തൂങ്ങൽ ഇതൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നമ്മൾ മാറി ചിന്തിക്കും. ഇപ്പൊ കുറച്ചുകൂടെ നേരം ഇങ്ങനെ പോട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ് എന്നാ ഒരു സ്വലാത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد والآل أهل البيت سلم. اللهم صل على سيدنا محمد വൽആലി അഹ്ലിൽ ബൈത്തി സല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, തിരുറോദയിൽ എത്തിച്ചു നൽകുമാറാകട്ടെ, സ്വലാത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു ചേർക്കുമാറാകട്ടെ, സ്വലാത്ത് കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന് ഇങ്ങനെ സ്വലാത്ത് എല്ലാവരും കൂലിയാണ്, എന്നാലും അതിൽ ഹുബിന്റെ തേൻ അല്ലാഹു നൽകുമാറാകട്ടെ. അങ്ങനൊന്നും സംഗതി ഉണ്ടാവണം. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലി കിട്ടും. പക്ഷെ അതിലൊരു ഹുബിന്റെ തേൻ പുരട്ടിയിട്ട് കൊടുക്കണം, മദീനയിലേക്ക് കൊടുക്കണം. തിരുനായകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കത്തുമായിട്ട് അവിടെ ചെല്ലുകയാണ്. ഖൈബറിന്റെ കോട്ടയിലേക്ക് വലിയ സംഗതികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ പറഞ്ഞു പോണില്ല. എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോ അല്പം കൂടെ സമയം അനുവദിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ രാഗത്തുകയുടെ പൂർത്തീകരണം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മുറഹിബ് അവസാനം എന്തുണ്ടാവണു എന്നതിലേക്ക് ഒരു ഇടക്ക് നമ്മള് ഒന്ന് ഈ സൈക്ലിംഗ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പർവ്വതത്തിന്റെ മുകളിലുള്ള സൈക്ലിംഗ്. അത് എല്ലായിടത്തും ഭൂമി തൊടൂല. ചിലയിടത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മലമേലെ എത്തുക എന്ന് പറഞ്ഞാൽ ഇടക്ക് ചില പാട്ടുകൾ പോകുന്നു അവർക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനെ പോകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവൻ ചെന്നു ഇവന്റെ മുമ്പിൽ ഖൈബറിലേക്ക് ചെന്ന് പട്ടാളക്കാരുടെ മുമ്പിൽ മഹാനായ ഹജ്ജാജ് ബിൻ മുൻദിർ റളിയല്ലാഹു തആല അൻഹു ചെന്ന് നിന്നു. മദീനയിൽ നിന്ന് കത്ത്, തിരുദൂതരുടെ അല്ലാഹുവിന്റെ ദൂതരുടെ കത്താണ്, ദൂതമായാണ് വന്നതെന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. മുഹമ്മദ് നബിയുടെ കത്തോ? ഉടനെ തന്നെ ഭടന്മാർ ആ സംവിധാനങ്ങൾ അവിടെ അറിയിച്ചു. ആ കത്തുമായി ഹാജരാകാൻ നിർദ്ദേശം നൽകി. മുറഹിബ് രാജാവിന് കത്ത് കൊടുത്തു. രാജാവ് ഇങ്ങനെ ആ സിംഹാസനത്തിൽ നിന്ന് കത്ത് വായിച്ചപ്പോഴോ പസരസനും വസീറ റത്തുടൻ വായിത്ത് ഫാളിലന്നെ ബിയരിലിമ റുബടി കുറിത്ത് വാസമാതിലും ദനിങ്കായ തവാരി കണ്ട് വാറുകൾ അറിന്തതിലുള്ള ചെയ്തി കൊണ്ട് പേശുവാൻ റസൂൽ നീയൊട്ടും കാബൂലില്ല പെട്ടമേയുമക്കൊഴിന്ത് താരും നാങ്കളെല്ലാം പിശിരട്ടി ചെറിനാങ്കള് താമസം താരണം വീട്ടതിൻ്റെ ഗത്ത് ബസ്തി തന്നിടും നീരുണം. കത്ത് വായിച്ചിട്ട് ഞെട്ടിപ്പോയി. മന്ത്രിമാരെ വിളിച്ചു. നോക്കി, എന്താ ഈ പറയണത്? വിശ്വസിക്കണം, അല്ലെങ്കിൽ ഖൈബർ വിട്ടു പോകണം. നമ്മൾ നിസ്സാരരെന്ന് കരുതിയവർ നെഞ്ചുറപ്പോടെ ചില വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നു. മന്ത്രിമാരെ വിളിച്ചു. എന്നിട്ട് കൂടിയാലോചന നടത്തി. അല്ല,
ഗൂഢാലോചന നടത്തി. എന്നിട്ട് അതിന്റെ മറുപുറത്ത് എഴുതുന്നു, പെശുവാൻ റസൂല് നീയൊണ്ടൊട്ടും കാബൂലില്ല, പെട്ടമേയുമക്കൊഴിന്ത് തരും നാങ്ങളെല്ലാം. ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നീ മുഹമ്മദേ നീ പ്രവാചകനാണെന്നത് ഞങ്ങൾക്ക് കബൂലല്ല, സ്വീകാര്യോഗ്യമല്ല. പക്ഷേ ഞങ്ങൾ ഖൈബർ വിട്ടു പോകാം. അതിനെന്ത് വേണം? 20 ഇരട്ടി ചേരിതങ്ങളുടെ താമസം തരണം, 20 ഇരട്ടി 40 ദിവസത്തെ അവധി തന്ന ഖൈബർ ഞങ്ങൾ വിട്ടുപോകാം. എന്നിട്ട് അതിന്റെ താഴെ എഴുതുകയാ, നീരത്തലമൂരി കൊടുവാരൽ കുരവായി ബതുവള്ള നീശൻ ദോഷം അതിൽ വാശം വിലമാ അവനില ചേരും പിറകോര ഉമിൽ വാരും ഉനമാ പകയന തീരില്ലസിയൂരി കൊലുവീരണ്ടതുമാ എഴുതി മറുപടി പൊള്ളിയർ യഹൂദികൾ ഒളിവർ നബി തിരു അളകരുടെ മലർ ഉള്ളവർ അബുസൽമ തള്ളകരുടെ മലർ നളിനക്കരമതിൽ തെളിത അത്തവുടൻ ഉടനെ ബേത്തുറുക്കം വിട്ട് ഓടലായി വേഷം നീലി ഒളിവരെ പക്കോം തീരു തളമ തൊയ്വക്കായി. എന്നിട്ട് അതിന്റെ ചോട്ടിൽ മുറഹിബ് രാജാവ് എഴുതാണ്, മുഹമ്മദ് നബി എന്ന് വിളിച്ചിട്ടല്ല, അല്ലയോ മുഹമ്മദേ, ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, സംഗതി നിങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജാജ് ചേർന്നെന്നൊക്കെ പറഞ്ഞു, സന്തോഷിക്കണ്ട. അവൻ ആള് മഹാചതിയനാണ്, ആള് മഹാപ്പിഴയാണ്, പെശകാണ്. അവനെ കൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാവും. എപ്പോഴാണ് നിങ്ങൾക്കെതിരെ അവൻ തിരിയാന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ കത്ത് കിട്ടിയുടനെ അവനെ കൊന്നുകളയണേ. അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം മുത്തിട്ടെ. സുബ്ഹാനല്ലാഹ്. അല്ല, എന്തേ കാരണം? ഹജ്ജാജ് ആരായിരുന്നു? ജൂത സൈന്യത്തിന്റെ ഉപസൈന്യാധിപനാ. അവരുടെ ആയുധപ്പുറ അറിയാ, അവരുടെ യുദ്ധത്തിന്റെ രീതിശാസ്ത്രം അറിയാ, അവരുടെ തന്ത്രങ്ങൾ അറിയാ. ഇതൊക്കെ അറിയുന്ന ഒരു യുദ്ധം ഉണ്ടായിട്ട് ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്ന അല്പം കെണിയും. അതിനുവേണ്ടി ആദ്യമേ തടയിടാണ്. പോയൊരു വാക്ക് കിട്ടിയൊരു ഊക്ക്. അങ്ങനെ അതാ എഴുതി, ഉടനെ ഹജ്ജാജിനെ വധിച്ചു കളയണം എന്നും എഴുതി കത്തതാ മഹാനായ അബൂ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. ആ കത്തുമായി അബൂ സൽമാൻ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ സുബ്ഹാനല്ലാഹ് മദീനയിലെത്തുകയാണ്. എപ്പോഴെത്തുന്നത്? ത്വയ്ബയിൽ ഫാജിർ വഖതിൽ വന്ദ അബൂ സൽമാത്ത്. എപ്പോഴാ വരുന്നറിയോ? ഈ സുബ്ഹിയോടടുത്ത സമയത്തെത്താൻ വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കത്ത് കൊടുത്തു. അള്ളാന്റെ റസൂൽ ഇല്ലിറ്ററേറ്റ് ആയ റസൂൽ, ഉമ്മിയായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനറിയാത്ത അള്ളാന്റെ റസൂൽ നേരത്തെ തന്നെ കത്ത് എഴുതിച്ച അലി റളിയല്ലാഹുവിനെ കൊണ്ടാണ്. ഇവിടെ കത്ത് വായിപ്പിക്കുന്നു അലി റളിയല്ലാഹുവിനെ കൊണ്ടാണ്. അലി വായിക്ക് എന്ന് പറഞ്ഞപ്പോൾ വായിച്ചു കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അവർ മുസ്ലിങ്ങളാവോ ഇല്ലേ? അള്ളാഹു ആലം. അത് അള്ളാഹുവിന്റെ അടുത്തുള്ള കാര്യമാണ്. തൗഫീഖുള്ളവരാവുള്ളൂ. പക്ഷേ രാഷ്ട്രമര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ടിരുന്നവർ മര്യാദയുടെ തീരത്തെ കണഞ്ഞിരിക്കുന്നു. അവർ മര്യാദക്കാരായി വന്നിരിക്കുന്നല്ലോ, അത് മതി. അത്രേ വേണ്ടു. അവർ ആക്രമിക്കാതിരുന്നാൽ മതി. അവർ ഞാൻ നാട് വിട്ട് പോയില്ലേനും കുഴപ്പമില്ല. സ്വഹാബികളൊക്കെ നമ്മുടെ മാതിരി പാവങ്ങളാണല്ലോ. നമ്മളെങ്ങനെ തല്ലാനും കൊല്ലാനൊക്കെ വരുന്നവർ, അവർ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് അവസാനം നമ്മൾ തന്നെ പറയും പാവം എന്തിനൊക്കെ വിഷമത്തിരിച്ച്. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൻ അല്ലേ? അപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അവരെ നാടൊന്നും വിട്ടു പോണ്ട, അവരവിടെ തന്നെ നിന്നിട്ട് നമ്മളെ ഇടങ്ങറാക്കാൻ മതി എന്ന രൂപത്തിൽ സ്വഹാബികളെ ചിന്തിക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ഈ 40 ദിവസത്തെ അവധി വരെ ചോദിച്ചത് ഖൈബർ വിട്ടു പോകാനാ? പിന്നെ മുറഹിബിന് വേറെ പണിയില്ലേട്ട് അല്ല. പിന്നെയോ ചുമ്മയരിൽ ചണ്ടയിന്നാലത്ത് മുന്നേ നന്നെ കൊഞ്ചമാലെടുത്തൊരു ഹീലത്ത്. ആ സമയത്തൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആ കാലത്തിനൊത്ത ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഉണ്ടാവുമല്ലോ, ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ യുദ്ധം വലിയ സംഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു യുദ്ധത്തിന് അവർ തയ്യാറായിരുന്നില്ല. ആ 40 ദിവസം കൊണ്ടവർ എന്ത് ചെയ്തു വന്നോ? ആലത്തുകൾ ചെല്ലൊത്തത് കാലത്തിനമാ. ആ യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ ആ കാലത്തിനൊത്തത് ചേലൊത്തത് എല്ലാ വിധത്തിലുമുള്ളത് അവർ ഒരുക്കി തയ്യാറാക്കി. എന്നിട്ടതാ പ്രിയപ്പെട്ടവരെ, അവർ പോകാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അവർ തയ്യാറാകാൻ വേണ്ടി തുടങ്ങുകയാണ്. അവർ തയ്യാറാവുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? തയ്യാറായി 40 ദിവസത്തിന്റെ അവധിക്കുള്ളിൽ ഇതൊക്കെ അവർ തയ്യാറാക്കിയിട്ട് മുറഹിബ് അടുത്തൊരു കത്തെഴുതുകയാണ്. എന്താ കത്ത്? അല്ലേ മുഹമ്മദേ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല, ഖൈബർ വിട്ടു പോകാൻ തയ്യാറാണ്, 40 ദിവസം തരണമെന്ന്. എന്നാൽ മുഹമ്മദ്, ഞങ്ങൾ വിശ്വസിക്കാനും തയ്യാറല്ല, ഖൈബർ വിട്ടു പോകാനും തയ്യാറല്ല. ഇതിന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് കളമൊരുക്കേണ്ടി വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വാ, ഇങ്ങോട്ട് വാ,
ഈ ഖൈബറിന്റെ മണ്ണിലേക്ക് വാ, പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് വാ, ചുണക്കുട്ടികളുടെ നാട്ടിലേക്ക് വാ. വന്നാൽ പോരാടാം, നിങ്ങളെ തച്ചു തകർക്കും. വാക്ക് പാലിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ വാടാ, ഇങ്ങോട്ട് അനുയായികളെയും കുട്ടി വാ എന്നതാ പറഞ്ഞുകൊണ്ട് കത്തെഴുതി. ഈ കത്ത് പിടിച്ചോട്ട് ചോദിച്ചു, ആരാ ഈ കത്ത് മദീനയിൽ കൊണ്ടുപോയി കൊടുക്കുക? അബൂ തർമസ് ചാടി എഴുന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അങ്ങോട്ട് നീട്ടിയ കത്ത് ഇങ്ങോട്ട് തന്നെ വിളിച്ചു. ആര്? മുറഹിബ്. അൽഹംദുലില്ലാ, നമ്മൾ കഥയിലുണ്ടോന്ന് അറിയാൻ വേണ്ടി അടക്കൊന്നേ. ആരും നീ വെക്കുമ്പോ അദ്രമാൻ കുട്ടി എന്ന് പറഞ്ഞാൽ ഇടക്കില്ലേ, അങ്ങനെ ഉണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്, ഇവിടെ ആ മുറഹിബ് കത്തിങ്ങോട്ട് പുറകിലേക്ക് വലിച്ചു. എന്നിട്ടോ അവൻ പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ്, അത് അബൂ തർമസ് മോശമായതുകൊണ്ടല്ല. എന്നിട്ട് പറഞ്ഞു, നിന്നൊക്കെ വലിയ ധീരനായിരുന്നു ഹജ്ജാജ് ഇബ്നു മുൻദിർ. അവൻ കത്തുകൊണ്ട് അവൻ പോയത് കൊല്ലാനാണ്. എന്നിട്ടോ ഞാൻ പറഞ്ഞു, ആ സിഹറിൽ കുടുങ്ങി, മുഹമ്മദിന്റെ സിഹറിൽ കുടുങ്ങിയിട്ട് ഇപ്പൊ മുഹമ്മദിന്റെ ആളാ, നീയും പോകുന്നു. അതുകൊണ്ട് ഹജ്ജാസിനെ പോലും സിഹർ ബാധിച്ചെങ്കിൽ തന്നിക്കും അത് ഫലിക്കും. എനിക്കിപ്പള് ഭയമായി, തന്നിക്കും അത് ഫലിക്കും. എനിക്കിപ്പള് ഭയമാ. ആ സിഹർ നിനക്കും ഫലിക്കുമോ എന്നെനിക്ക് ആശങ്കയുണ്ട് എന്നതാ മുറക്കിപ്പ് പറഞ്ഞപ്പോ ഈ അബൂ തർമസ് തന്റെ കുപ്പായത്തിന്റെ 2 പോക്കറ്റിലുണ്ട് കൈയിട്ടു. വലിയ കുപ്പായത്തിന്റെ 2 പോക്കറ്റിലും കൈയിട്ടിട്ട് കുട്ടി പടച്ചന്മാരൻ്റെ എടുത്തു. ഒരു 5-8 പടച്ചന്മാരും മൂപ്പര പോക്കറ്റില്. സുബ്ഹാനല്ലാഹ്, ഏതാ മൂപ്പരില്ലേ? ആ 5-8 പടച്ചന്മാരെടുത്തിട്ട് പറഞ്ഞു, പ്രഭോ, നമ്മുടെ റബ്ബുകൾ, നമ്മുടെ ഇലാഹുകൾ ഇതാ എന്റെ കയ്യിലാണ്, നമ്മുടെ ഇലാഹുകൾ എന്നതാ പറഞ്ഞപ്പോ രാജാവ് മനസ്സിലായി, ഇപ്പം ചില്ലറക്കാരനല്ല കേട്ടോ, 5-8 പടച്ചന്മാരൊക്കെ ഒരുമിച്ച് കൊണ്ടിരിക്കാരന മോശമല്ലല്ലോ, അതുകൊണ്ട് നീ പൊക്കോ എന്നും പറഞ്ഞ് അതാ കത്തങ്ങോട്ട് കൊടുക്കുകയാണ്. കത്തുമായിട്ട് അവൻ മദീനയിലെത്തി. അങ്ങനെ മദീനയിലെത്തി റസൂലിന്റെ പള്ളിയിലെത്തിയിട്ട് അവൻ ഇങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ വെളിച്ചം, പെയ്യലും തിരുപതർ മയങ്കും തിരുമുഖ തീയലേക്കനിന്തവൻ ഹളറത്തിൽ. ഓരോ കേൾക്കുന്ന ഓരോ വണ്ടിപ്പേരും മാത്രം എടുത്തിട്ട് പോവാണ്. പെയ്യിലും തിരുപതർ മയങ്കും തിരുമുഖത്തിയലെ കന്നിന്തവൻ ഹളറത്തിൽ. പെയ്യിലും സൂര്യചന്ദ്രാദികൾ തോറ്റുപോകുന്ന മുഖകാന്തി വഴിഞ്ഞൊഴുകുന്ന ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചം അങ്ങനെ കണ്ടിട്ട്, എന്തൊരു വെളിച്ചാണിത്. എന്നിട്ട് ഇവ ഇങ്ങനെ പതുക്കെ നടന്ന് വന്ന് ഈ കത്ത് കൊടുക്കണ്ടേ, കുറച്ച് ഈ വെളിച്ചം ഇങ്ങനെ കൂടും തോറും പിന്നെ ഒരു കയ്യിൽ പിടിച്ച കത്ത് ഇങ്ങനെ 2 ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. എന്നിട്ടും മറക്കാൻ അവസാനം മുത്തറസൂലിന്റെ അരികിലേക്ക് പതുക്കെ ഇങ്ങനെ വന്നിട്ട്, പഴയ കാലത്ത് തൃശ്ശൂർ പൂരത്തിന്റെ അമുട്ടിനും തിരികൊളുത്താൻ നിൽക്കണം ഇങ്ങനെ നിന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല. അങ്ങനെ അറിയാ, നമ്മളാൾക്കാരോട് പറയണതിനറിയോ, ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഈ പൂരങ്ങളായി കഴിഞ്ഞാൽ KL 10 ഇത് മാത്രമാണ്. ആ പൂരം വമ്പിച്ച മുഹമ്മദ് സാറുണ്ട് ആറ്റൂരിൽ ഒരുപാട് കാലം ഞങ്ങളുടെ റേഞ്ച് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലക്കാരല്ലാതെ അവരില്ലെങ്കിൽ ഒരു പൂരം വിജയിക്കില്ല. ഞാൻ മുമ്പ് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസ്താവന നടത്തി, പൂരങ്ങളിൽ നിന്ന്, ക്ഷേത്രാങ്കണങ്ങളിലെ ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കണമെന്ന്. പൂട്ടിണ്ട് പോവും. അതുകൊണ്ട് അവരെ നടപ്പില്ല, അവരേതോ ആവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ നിന്ന് പേടിച്ച് പറച്ചു പേടിച്ച് നിന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മടിയിലേക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓടി. സ്വഹാബികൾ അന്തിച്ച് നിൽക്കുകയാണ്. കത്തോ കയ്യിൽ വന്നു വീണപ്പോ, മടിയിൽ വന്നു വീണപ്പോ അത് വായിച്ചു. അള്ളാന്റെ റസൂല് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു, മുഖം ചുവന്നു. എന്നിട്ട് സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, ഇനി ക്ഷമ വേണ്ട. വഞ്ചനയുടെ മൂർത്തിമദ്ഭാവങ്ങൾ, ചതിയുടെ ദുർപ്രതീകങ്ങൾ വീണ്ടും ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ക്ഷമ വേണ്ട സ്വഹാബാ. അതുകൊണ്ട് പോകാം. യുദ്ധം വേണത്ര അവർക്ക്, അങ്ങോട്ട് ചെല്ലണമത്രേ. അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവർ മദീനയിലേക്ക് വന്ന് ആക്രമിക്കുമത്രേ. എന്നാൽ അവർ മദീനയിലേക്ക് വരുത്തേണ്ട, അങ്ങോട്ട് പോകാം, നമുക്ക് പോകാം, ഖൈബറിലേക്ക് പോകാം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉള്ള സ്വഹാബികളെ വിളിച്ചിട്ട് വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? പാവങ്ങളെ സ്വഹാബികൾ, കുപ്പായം പോലും ഇല്ലാത്തവരാണ്, സമ്പത്തില്ലാത്തവരാണ് പലരും. എന്നിട്ട് പറഞ്ഞു, ബൈത്തുൽ മാൽ ഖാലിയാണ്, അതുകൊണ്ട് പോകണം, ഫണ്ട് വേണം, യുദ്ധത്തിന് ഫണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ആര് നൽകും എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ തരാൻ നബി 500 ഒട്ടകങ്ങളെ, 50 പടക്കുതിരകളെ, 10,000 പൊന്നും ഞാൻ തരാം. ഇത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് അന്നത്തെ അംബാനിക്ക് പോലും നൽകാൻ കഴിയില്ല.
അതാണ് ഹിജ്റ 7-ാം വർഷത്തിലെ ഈ സംഗതി. ഹിജ്റ 2-ാം വർഷത്തിൽ മക്കക്കാരായ മുഴുവൻ സാമ്പത്തിക നേട്ടമുള്ള ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകളുടെ കച്ചവട ചരക്കുമായിട്ടാണ് അബൂ സുഫിയാൻ പോയത്. അവര് തിരിച്ച് അന്ന് വരെ ഇല്ലാത്ത ഏറ്റവും വലിയ ലാഭം അവർക്ക് കിട്ടിയ എത്ര അറിയോ? ഫകുല്ലു അംബാലിൻ ലഹും 50 അൽഫം മിനദ്ദീനാരി കാമിലൂന. 50,000 പൊന്നാണ് എല്ലാ മക്കൾക്കാർക്കും കൂടിയിട്ട് ഏറ്റവും വലിയ ആ ലാഭം കിട്ടിയത്. അന്ന് എല്ലാ വർഷവും അങ്ങനെ പെട്രോളിന് വില കൂടുന്ന കാലമല്ല. അതാണ് എല്ലാ വർഷവും മൂല്യം പോകൂല. 2-7 എത്തിയപ്പോൾ മൂല്യം അത് തന്നെയാണ്. എന്നിട്ട് ആ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തരാം 10,000 പൊന്ന്. അങ്ങനെ മനസ്സിലാക്കണം അതിന്റെ വാല്യൂ. 50 പടക്കുതിരകളെ തരാം. ഒരു പടക്കുതിരയുടെ വില എത്ര? എന്ന് കോടിക്കണക്കിന് ഉറുപ്പികളുണ്ട്, ലക്ഷക്കണക്കിന് ഉറുപ്പികളുണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. ആ പടക്കുതിരയാണ്, സാധാരണ ചാവാളി കുതിരല്ല. പടക്കുതിരകളെ നൽകാം. 1000 പിന്നെയോ 500 ഒട്ടകങ്ങളെയും തരാം. എന്താ ഈ പറയണത്? കൊടുക്കണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇതുണ്ടോ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലതാ കണ്ണിൽ വെള്ളം നിറച്ചു. വല്ലാഹി മാ ദറ ഉസ്മാന ദംബും ബഅദ ഹാദൽ യൗം. ഈ ദിവസത്തിന് ശേഷം ഉസ്മാൻ ക്ലേശങ്ങളില്ലെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉസ്മാൻ റഅയ്തു അലാ സാഖിൽ അർശി മക്തൂബൻ ബിസ്മി ഉസ്മാൻ റഅയ്തു അലാ ജനാഹി ജിബ്രീല മക്തൂബൻ ബിസ്മി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. സ്വർഗത്തിന്റെ വാതിലിൽ കണ്ടു ഞാൻ ഉസ്മാൻ, അർശിന്റെ താഴെ കണ്ടു ഞാൻ ഉസ്മാൻ, ജിബ്രീലിന്റെ ചിറകിന്റെ ഉള്ളിൽ കണ്ടു ഞാൻ ഉസ്മാൻ എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. ഈ ദിവസത്തിന് ശേഷം ക്ലേശങ്ങളില്ല. അതുകൊണ്ട് കിട്ടുന്നത് അങ്ങനെ കൊടുത്തോളണം. കുട്ടിനെ കൊടുക്കാൻ വേണ്ടി മടിച്ചാൽ അള്ളാഹു ആ ടാപ്പിന്റെ ഇത് പൂട്ടണമാരി അവിടെ പൂട്ടി വെക്കും. നമുക്കുള്ള ഉറവ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സ്വഹാബികൾ ഓരോരുത്തരും പറഞ്ഞു കൊടുത്തു, കഴിയുന്നത് പോലെ കൊടുത്തു. അപ്പൊ അള്ളാഹിന്റെ റസൂല് മേൽമുണ്ട് അങ്ങോട്ട് എടുത്തു, എന്നിട്ട് വിളിച്ചു, യാ ബിലാൽ. സ്നേഹത്തിന്റെ പ്രതീകമാണ് ബിലാൽ, അനുരാഗത്തിന്റെ പ്രതീകമാണ് ബിലാൽ, വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബിലാൽ, വിശ്വാസത്തിന്റെ പര്യായം തന്നെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ കറുകറുത്ത മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാലെ ഇത് കൊണ്ടുപോയിക്കോ. എന്നിട്ട് സ്വഹാബി വനിതകളുടെ ഒക്കെ അടുത്ത് പോ, വീടുകളിലൊക്കെ പോ. എന്നിട്ട് അവരോട് അവരുടെ ആഭരണങ്ങൾ ചോദിക്കുക. ബഷീർ അഹമ്മദ് ബുർഹാനി കെട്ടിപ്പറയല്ല, ചരിത്രം സാക്ഷ്യപ്പെടുത്താണ്. നമ്മൾ പള്ളി മദ്രസ ഉണ്ടാക്കുമ്പോ ആ പെണ്ണുങ്ങളോട് നിങ്ങൾ തരും, ചിറ്റ് തരും, വള തരും. ചിറ്റിപ്പോ കിട്ടാറില്ല കേട്ടോ. ചിറ്റില്ലാഞ്ഞിട്ടല്ല, തള്ളാര് തരാറില്ല, ചെറുപ്പക്കാരെ തരാറുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് അതാണ്. 5-6 പവനൊക്കെ കിട്ടിയ 10 പവനോളം കിട്ടിയ സ്ഥലമുണ്ട്. അതിശോക്തി പറയല്ല. അതിൽ തള്ളാര് കൊടുത്തത് വളരെ കുറവാണ്. അതെന്താന്ന് എനിക്കറിയില്ല, എന്റെ സൈക്കോളജി എനിക്കറിയില്ല. ചിലപ്പോൾ അവർ മരിക്കുമ്പോൾ ആ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതൊക്കെ ആവാം. എനിക്കത് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്ത സംഗതിയാണ്. അൽഹംദുലില്ലാഹ്, ഏതോ ആവട്ടെ. അപ്പൊ നമ്മൾ പള്ളിയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോഴേ ചില ആൾക്കാരൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കലാണ്. പെണ്ണുങ്ങളുടെ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ഓലറ്റവലി കേട്ടൂല. വലിയ പ്രസംഗമാണ്. നമ്മുടെ പെണ്ണുങ്ങൾ ഞെട്ടിപ്പോവും. പടച്ചോനെ ശരിയാണല്ല, ഇത് നമ്മുടെ അങ്ങനെ ഞെട്ടിപ്പിക്കലാണല്ലോ ഇവരുടെ പരിപാടി. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഏതൊക്കെ സാധു കുൽവല്ലാഹു അതും കൂടി ശരി കോതറിയാത്തവരൊക്കെ വന്ന് നാട്ടിൽ ഇറങ്ങുമ്പോണ്ട് മൂപ്പര് കുമ്പിട്ടപ്പം താടി നിലത്ത്, എന്നിട്ട് പിന്നെ മൂപ്പര് വലിയ സംഭവം, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോ ഇവിടെ അള്ളാന്റെ റസൂൽ എന്താ ചെയ്യണത്? യുദ്ധത്തിന് പോയുള്ള ഫണ്ട് പിരിക്കുകയാണ്. യുദ്ധത്തിന് പോയ എന്താണ്ടാവാ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാന്റെ അരികിൽ ഏറ്റവും വലിയ സ്ഥാനം, അതിനേക്കാൾ ഒരു സ്ഥാനമില്ല, ശ്രോതാക്കളുടെ അതിനേക്കാൾ ഒരു സ്ഥാനമില്ല. അത്ര വലിയ സ്ഥാനം കിട്ടും. അവിടേക്ക് പോകാൻ വേണ്ടി, ആ സ്ഥാനം കിട്ടാൻ വേണ്ടി പോകുമ്പോ പെണ്ണുങ്ങളുടെ അടുത്ത് പിരിക്കുകയാണ്. ഓലറ്റ് കൊണ്ടുപോകണില്ല. അത് ചിലത് യുദ്ധത്തിന് പോയ സ്വഹാബികളുടെ പൊതുവിൽ കൊണ്ടുപോകുന്നില്ല. ഓരോരുത്തർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹു പഠിപ്പിക്കാൻ. ഏതുമാകട്ടെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, ഇവിടെ സ്വഹാബികൾ ഒരുങ്ങി പുറപ്പെട്ടു. അങ്ങനെ 1200 വരുന്ന സൈന്യവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയി വഴിയിൽ വെച്ചുകൊണ്ട് ജൂതരുടെ ചാരന്മാർ ഇവരെ കണ്ടു, രാജാവിനോട് വിവരമറിയിച്ചു. അവർ അത്ഭുത പരതന്ത്രരായി നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റത
ബുക്റതൻ വഅസീല എന്ന് മുഴക്കി മുന്നോട്ട് പോവുകയാണ്. ഖൈബറിലെത്തുമ്പോ അവരാലോചിച്ചു, എന്ത് വേണം, മുഹമ്മദും സൈന്യവും വരുന്നുണ്ട്, എല്ലാവരോടും കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ, ബാക്കിയുള്ളവരോട് ഒഴിഞ്ഞ സ്ഥാനങ്ങളിലേക്ക് മാറാൻ പറഞ്ഞു. തന്ത്രമാണ്. സ്വഹാബികൾ അവിടെ എത്തുമ്പോ ഒരു മനുഷ്യനെ കാണില്ല, ഒരാളില്ല, വഴിയിലില്ല, തോട്ടങ്ങളിലില്ല, കോട്ടയുടെ മുമ്പിലില്ല. അത്ഭുതത്തോടുകൂടെ നിൽക്കുമ്പോ മഹാനായ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് കോട്ടയിൽ നിന്ന് മുകളിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു പതിവർക്കുണ്ട്, നമുക്ക് മാറി നിൽക്കാം. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ഒട്ടകത്തെ ഫ്രീ ആയി വിട്ടുകൊടുത്തു. ഒട്ടകം നേരെ മറുഭാഗത്തുള്ള ഈത്തപ്പന തോട്ടത്തിൽ ചെന്ന് മുട്ടുകുത്തി. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും അവിടെ അതാ തട്ടത്തിൽ നബിയിലുണ്ട്, തകമാലെ പള്ളി കൊണ്ട് തക്കമാലെ ടൂക്കനായതിൽ ചൊക്കരൻ നബിയാർ പാർത്തു ധരമടങ്ങിയും പറ്റിയും അധികം പറ്റനിലക്രപത നീത്തം ഇരവും ശുക്രുളതാ. ഇടത്തിലെ സ്വഹാബിലൂമ എടുത്തേ പാലേഹിയാമ്മ എണ്ടതിൽ നബിച്ചണ്ടൈ അസ്കറും പണ്ടനെ തുതിയാൽ വാഴ്ത്തി ഇരുത്തം തനിലിരത്തരിത്ത സബ് തീർപ്പൾ പരുത്തം പടച്ചോടിയാൽ ഒത്ത് പൊരുത്തും മടൽ കടിയാ. അള്ളാന്റെ റസൂൽ അവിടെ ഖൈമ പണിതു. അള്ളാന്റെ റസൂലിന് ഒട്ടകം മുട്ടുകുത്തിയെടുത്ത് സ്വഹാബികൾ ഖൈമ പണിതു കൊടുത്തു. അതിന്റെ ചുറ്റുഭാഗത്തോട്ട് സ്വഹാബികളും ഖൈമ പണിതു. ഇങ്ങനെ നിൽക്കുമ്പോൾ ജൂതന്മാർ ആലോചിച്ചു, രാജാവും പരിവാരങ്ങളും എന്തു വേണം. അവർ പറഞ്ഞു, രാജാവേ, ഒരു 10 ദിവസം കഴിയാനുള്ള ഭക്ഷണം അവരുടെ അടുത്തുള്ളൂ, നമുക്കവരെ ലഭ്യരാക്കണം. നമ്മുടെ കോട്ടയിൽ പ്രത്യേക ഭക്ഷണം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കോട്ടവാതിലുകൾ അടക്കണം. എന്നിട്ട് അവരതാ തയ്യാറായി അതിനുള്ളിൽ അടച്ചു. ഓൾറെഡി അടച്ചിട്ടിരിക്കുകയാണ്, തുറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഭക്ഷണങ്ങൾ രഹസ്യ വഴികളിലൂടെ എത്തിച്ചു. 10 ദിവസം കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ നിരാശരായിട്ട് മുഹമ്മദും കൂട്ടരും തിരിച്ചു പോകും. അതല്ലെങ്കിൽ എന്നിട്ടും അവർ കാത്തു നിന്നാൽ അവർ ക്ഷീണിതരാകും. ആ സമയത്ത് അവരെ നമുക്ക് എതിരിടാൻ എളുപ്പമാണ് എന്ന് തീരുമാനിച്ചു കോട്ടവാതിലുകൾ അടക്കാൻ പറഞ്ഞപ്പോ പരരാമ്യകുതികളൊത്താരോ പതികോട്ടകൾ പൂട്ടിയടൈത്താരോ തരമാലകത്തിൽ പൊറുത്താരോ സദമേ മനസ്സു സന്തോഷിത്താരോ. പരരാമ്യകുതികളൊത്താരോ പതികോട്ടകൾ പൂട്ടിയടൈത്താരോ തരമാലകത്തിൽ പൊറുത്താരോ സദമേ മനസ്സും സന്തോഷിത്താരോ. കരുണക്കടലാനെ ത്വാഹാനെ ബിയാരോ കലകപ്പുലി മർകളായ സ്വഹാബാരോ മരണമടൈത്ത സഭാബാധാരെല്ലാരോ ആമെ മശക്കത്തിലാണോ സ്വഹാബാരോ. കൊണ്ടാനെ അത് പിണ്ടാനെ കൊണ്ടാനെ അത് പിണ്ടാനെ പരരാമ്യകുതികളൊത്താരോ പതികോട്ടകൾ പൂട്ടിയടൈത്താരോ തരമാലകത്തിൽ പൊറുത്താരോ സദമേ മനസ്സും സന്തോഷിത്താരോ. കോട്ടകൾ പൂട്ടിയടച്ചു അവർ കാത്തു നിൽക്കുകയാണ്. സ്വഹാബികളും കാത്തു നിൽക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, 23 ദിവസങ്ങളോളം കഴിഞ്ഞുവെന്ന അഭിപ്രായങ്ങളിൽ കാണാം. ഭക്ഷണം കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാൻ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് സ്വഹാബികളെ വിളിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. പലരും പല അഭിപ്രായം പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇവരെ പുകച്ച്